നമസ്കാരം. ഇന്ന് സംസ്കൃതി പ്രോഗ്രാമിൽ അതിഥിയായിട്ട് വന്നിരിക്കുന്നത് ശ്രീ പ്രദീപ് കുമാർ അവറുകളാണ്. അദ്ദേഹം ആത്മീയതയുടെ വളരെ ഗഹനമായി ആത്മീയതയെപ്പറ്റി അറിഞ്ഞ ആളും ഇന്നും അതിലെ തത്വങ്ങളും മറ്റുള്ള ഗഹനമായ കാര്യങ്ങളും അന്വേഷിച്ച് വളരെ റിസർച്ച് ചെയ്യണ ഒരു വ്യക്തിത്വമുള്ള വ്യക്തിയാണ്. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഈ അറിവുകളെല്ലാം കൂടി സമാഹരിച്ച് വേദാന്തത്തിൻ്റെ അതേ അറിവ് തന്നെയാണെന്ന് പറയല്ല, അത് തന്നെ സമാഹരിച്ച് അദ്ദേഹത്തിൻ്റേതായൊരു വഴി തുറന്നു. അതിന് അദ്ദേഹം വളരെ അർത്ഥവത്തായൊരു പേര് നൽകി, വിശ്വജീവൻ എന്ന ശാസ്ത്രം. നമുക്ക് വിശ്വജീവനെ പറ്റിയിട്ട് വളരെ വിശദമായിട്ട് അദ്ദേഹത്തോട് ചോദിച്ചറിയാം. അടുത്തത് അദ്ദേഹത്തെ പറ്റി പറയാനുള്ളത്, നിലമ്പൂരുള്ള ഗ്രാമദീപ ആശ്രമത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ്. എന്തിനും ഏതിനും ആ ആശ്രമത്തിന് അദ്ദേഹത്തിൻ്റെ സേവനം അദ്ദേഹം കൊടുത്തുകൊണ്ടിരിക്കും. മാത്രമല്ല, ഇതേവരെ അദ്ദേഹം അറിഞ്ഞ അനുഭവിച്ച ഈ ആത്മീയ അനുഭവങ്ങളും തത്വങ്ങളും പല വേദികളിലും അദ്ദേഹം അത് പകർന്നു നൽകിക്കൊണ്ടിരിക്കുന്നു. ഏതായാലും നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമസ്കാരം സർ. നമസ്കാരം. അങ്ങ് വിശ്വജീവൻ അങ്ങ് സ്വന്തമായിട്ട് സമാഹരിച്ച ഒരു അറിവിൻ്റെ, അല്ലെങ്കിൽ അറിവ് തന്നെ, പ്യുവർ നോളജ്, ആത്മീയതയെ പറ്റിയിട്ടുള്ള പൂർണ്ണമായ അറിവാണത്. അത് വിശ്വജീവൻ താങ്കൾ അതിനെ പേര് നൽകുകയും ചെയ്തു. താങ്കളുടേതായ വഴിയിലൂടെ പോയിട്ട് അറിഞ്ഞ ആത്മീയ തത്വങ്ങൾ. ഇത് പ്രേക്ഷകർക്ക് താങ്കളൊന്ന് വളരെ ലളിതമായിട്ട് എന്താണ് വിശ്വജീവൻ എന്നൊന്ന് വിശദീകരിക്കാമോ? വിശദീകരിക്കാം. അനന്തവിശാലമായ ഈ അത്ഭുത പ്രപഞ്ചം, വിശ്വം, അനന്തവിശാലമായ ഈ അത്ഭുത പ്രപഞ്ചത്തിലെ അനന്തവിസ്മയങ്ങളിൽ നമ്മൾ ഇറങ്ങിച്ചെന്ന് ഈ പ്രപഞ്ചത്തിൻ്റെ അതിരുകളിലേക്കെത്തി പ്രപഞ്ചത്തിലെ മഹാത്ഭുതങ്ങളെ സ്വാംശീകരിച്ചുകൊണ്ട് തിരിച്ചു വരുമ്പോഴാണ് നമുക്ക് ആനന്ദമുണ്ടാകുന്നത്. ഈ ആനന്ദം അനുഭവിക്കാനുള്ള ഭാഗ്യം നമുക്കേവർക്കുമുണ്ട്. അതിന് നാം ചെയ്യേണ്ടത് വിശ്വജീവൻ എന്ന് പറയുന്ന ഈ ഒരു തിയറി, ഒരു തത്വം, അത് ഞാൻ പറഞ്ഞു, വിശ്വം എന്ന് പറയുന്നത് നാം ഉദ്ദേശിക്കുന്ന പോലെ തന്നെ, നാം മനസ്സിലാക്കിയതുപോലെ തന്നെ ഈ മഹാപ്രപഞ്ചമാണ്. ഈ മഹാപ്രപഞ്ചത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതും ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് കാരണമായതും ഈ പ്രപഞ്ചത്തിന് ആധാരമായതുമായ ഒരു ഊർജ ജീവ തത്വമുണ്ട്. ഈ തത്വത്തെയാണ് ജീവൻ എന്ന് പറയുന്നത്. അപ്പം ജീവനും വിശ്വവും യോജിക്കുമ്പോൾ വിശ്വജീവൻ ഉണ്ടാകുന്നു. സത്യത്തിൽ വിശ്വജീവൻ എന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ തത്വമാണ്. ഈ പ്രപഞ്ചത്തിന് ആധാരമായ ഒരു തത്വമാണ്. അതിലാണ് ഈ പ്രപഞ്ചത്തിലെ സർവ പാർട്ടിക്കിൾസും നിലനിൽക്കുന്നത്. ഞാൻ ഈ ചരാചരങ്ങൾ എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല. നമ്മുടെ കൺസെപ്റ്റിൽ ചരാചരങ്ങളില്ല, എല്ലാം ജീവനുള്ളതാണ്. ഈ പ്രപഞ്ചം മുഴുവൻ ജീവനുള്ളതാണ്. ജീവനുള്ള പ്രപഞ്ചത്തിലാണ് ജീവനുള്ള പാർട്ടിക്കിൾസ് ഉണ്ടായിട്ടുള്ളത്. നമ്മളൊരു പാർട്ടിക്കിൾ യൂണിറ്റാണ്. ഒരു മനുഷ്യൻ എന്ന് പറയുന്ന ഒരു പാർട്ടിക്കിൾ യൂണിറ്റാണ്. ആ പാർട്ടിക്കിൾ യൂണിറ്റുള്ളിൽ ജീവനുണ്ട്. അതോടൊപ്പം തന്നെ ഈ പ്രപഞ്ചത്തിൽ സർവ്വതിലും അതേ ജീവൻ നിലനിൽക്കുന്നുണ്ട്. സർവ ഭൂതങ്ങളിലും അതേ ജീവൻ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ജീവൻ എല്ലായിടത്തുമുള്ള ഒരു തത്വമാണ്. നമ്മളൊക്കെ ധരിച്ചിരിക്കുന്നത് ജീവൻ എന്ന് പറയുന്നത് മനുഷ്യനിലോ അതല്ലെങ്കിൽ സസ്യങ്ങളിലോ അല്ലെങ്കിൽ ജന്തുക്കളിലോ മാത്രമുള്ളതാണെന്നും കല്ലിനും പഞ്ചഭൂതങ്ങളിലൊന്നും ജീവനില്ല എന്നുമാണ്. സത്യത്തിൽ എല്ലാത്തിനും ജീവനുണ്ട്. അപ്പം ജീവൻ എന്ന് പറയുന്ന ഈ ഒരു തത്വം സയൻസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അതിനെ ജീവൻ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അത് വേദാന്തത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിന് ബ്രഹ്മം വേണമെങ്കിൽ പറയാം.
അത് വേദാന്തികളിലേക്ക് എത്തുമ്പോൾ അതിന് പരബ്രഹ്മമെന്നോ അതല്ലെങ്കിൽ ആത്മാവെന്നോ ജീവാത്മാവെന്നോ പരമാത്മാവോ അങ്ങനെയൊക്കെ പറയാം. അത് കഴിഞ്ഞത് മതത്തിൻ്റെക്ക് എത്തിക്കഴിഞ്ഞാൽ മതം അതിനെ ദൈവമെന്ന് പറയും. അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ പലരും പല ചിന്താധാരകളിലൂടെ കാണുന്നുണ്ടെങ്കിലും സത്യത്തിലെല്ലാം ഒന്ന് തന്നെയാണ്. ജീവൻ എന്ന് പറയുന്നതും ദൈവം എന്ന് പറയുന്നതും ബ്രഹ്മം എന്ന് പറയുന്നതും ആത്മാവെന്ന് പറയുന്നതും പരമാത്മാവ് എന്ന് പറയുന്നതും എല്ലാം ഒന്ന് തന്നെയാണ്, രണ്ടില്ല. അപ്പോൾ ഈ ഒന്നായ ഈ ജീവൻ, വിശ്വം നിറഞ്ഞു നിൽക്കുന്ന ഈ ജീവൻ എന്താണ്? വരുന്നുമില്ല, പോകുന്നുമില്ല. അപ്പോൾ നമ്മൾ ധരിക്കുന്നു ജീവൻ പോയി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. സത്യത്തിൽ ജീവൻ ഒരിടത്തേക്കും പോകുന്നില്ല, ജീവൻ ഒരിടത്തുനിന്നും വരുന്നുമില്ല. ഈ പ്രപഞ്ചത്തിലെ സർവ്വ പാർട്ടിക്കിളിൻ്റെ ഉള്ളിലും ജീവൻ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ പോവുകയുമില്ല, വരികയുമില്ല. അപ്പോൾ നമ്മൾ ആരും മരണത്തെക്കുറിച്ച് ആലോചിച്ച് ഭയപ്പെടേണ്ടതില്ല. ഈ ജനനത്തിനും മരണത്തിനും ഇടയിൽ സംഭവിക്കുന്നതൊക്കെ ഈ പ്രപഞ്ചത്തിൻ്റെ പ്രതിഭാസമാണ്. ഈ പ്രപഞ്ചം എപ്പോഴും പ്രതിഭാസിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പ്രതിഭാസിക്കുന്ന പ്രപഞ്ചത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെയാണ് നമ്മൾ മരണമെന്നും ജനനമെന്നും ഒക്കെ പറയുന്നത്. അതിൽ തെറ്റൊന്നുമില്ല. നമുക്ക് ഏത് രീതിയിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റും. അതോടൊപ്പം നമുക്ക് നമ്മുടെ തോന്നലുകളാണ് ഇതെല്ലാം. ഇത് സത്യമാകണമെന്നില്ല. സത്യം എന്ന് പറയുന്നത് ഒന്ന് മാത്രമേ ഉള്ളൂ. അത് ഈ പ്രപഞ്ചം എക്സിസ്റ്റ് ചെയ്യുന്നു, നിലനിൽക്കുന്നു. അതിൻ്റെ ഭാഗമായി നമ്മളും ഇവിടെ നിലനിൽക്കുന്നു. നമ്മളെന്ന് പറയുന്നത് ഒരു യൂണിറ്റ്. അതിനകത്ത് എല്ലാ ജീവജാലങ്ങളുമുണ്ട്. ഈ പ്രപഞ്ചത്തിലെ എല്ലാം നമ്മൾ തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, സൂര്യൻ ഭൂമിയിൽ നിന്ന് 15 കോടി കിലോമീറ്റർ അകലെയാണ്. 15 കോടി കിലോമീറ്റർ അകലെയുള്ള സൂര്യനിൽ നിന്ന് ഫോട്ടോൺസായിട്ട് പ്രകാശം ഭൂമിയിലെത്തുന്നു. ആ പ്രകാശമാണ് നമുക്ക് ഊർജ്ജം നൽകുന്നത്. ശാസ്ത്രീയമായി പറഞ്ഞാൽ ആ പ്രകാശം നമുക്ക് ഊർജ്ജം നൽകുന്നുണ്ട് എങ്കിൽ ആ സൂര്യൻ നമ്മുടെ ബന്ധുവാണ്, അതല്ലെങ്കിൽ സൂര്യൻ നമ്മളാണ്. ഇങ്ങനെ വേണമെങ്കിൽ പറയാം, സൂര്യൻ നമ്മളാണെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയെങ്കിൽ അല്ല, അതുകൊണ്ടാണ് സ്വാമി രാമതീർത്ഥൻ അമേരിക്കയിൽ പോയി പറഞ്ഞ് ഞാൻ സൂര്യനാണ്. സൂര്യനാണ്. അതുപോലെ മതം പറയുന്നു ദൈവം എന്നുള്ളത്. ആ കൺസെപ്റ്റും സത്യത്തിൽ നമ്മളൊക്കെ ദൈവം തന്നെയാണ്. പക്ഷെ ആൾക്കാർക്ക് ഉൾക്കൊള്ളാനാകില്ല, ജനങ്ങൾക്ക് ഉൾക്കൊള്ളാനാകില്ല. ഞാൻ ദൈവമാണെന്ന് പറഞ്ഞാൽ ഇതെന്തോ അബദ്ധമാണെന്നുള്ള ധാരണയാണ്. അപ്പം ദൈവം എന്ന് പറയുന്നത് ഞാൻ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ദൈവം എന്ന് പറയുന്നതും ജീവൻ എന്ന് പറയുന്നതും ഈ ബ്രഹ്മാവ് എന്ന് പറയുന്നതും ബ്രഹ്മം എന്ന് പറയുന്നതും അതുപോലെ തന്നെ ആത്മാവ് എന്ന് പറയുന്നതും പരമാത്മാവ് എന്ന് പറയുന്നതും എന്ത് തന്നെ പറഞ്ഞാലും ഈ അഡ്ജക്റ്റീവ്സ് എല്ലാം ഒന്നിൽ ലയിക്കുകയാണ് ചെയ്യുന്നത്. ആ ഒന്നാണ്. ഒന്ന് പറഞ്ഞു സാറിപ്പോൾ പറഞ്ഞു നമ്മൾ ദൈവമാണെന്ന് പറയാൻ. ദൈവമാണ്, അത് പറയാൻ നമ്മൾ എന്തിനും മടിക്കണം? അതല്ലേ വേദോപനിഷത്തിൽ പറഞ്ഞ അഹം ബ്രഹ്മാസ്മി. തീർച്ചയായും സാർ, അത് തന്നെയല്ലേ ഇപ്പൊ സാർ ഉദ്ദേശിച്ചത്? അതെ അതെ, ഓക്കെ ഓക്കെ, തീർച്ചയായും. ഓക്കെ. അപ്പൊ ഈ വേദങ്ങളിൽ പറയുന്നതും എല്ലാ മതങ്ങളിൽ പറയുന്നതും എല്ലാ ശാസ്ത്രങ്ങളിൽ പറയുന്നതും ഭിന്നമാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. എല്ലാം ഒന്നാണ്. ഇതിനെ ഭിന്നമായി കാണുന്നതാണ് അജ്ഞാനം. എല്ലാത്തിനെയും ഒന്നായി കാണാൻ കഴിയണം. സാധാരണ ഒരു ബൈഫർക്കേഷൻ വരാറുണ്ട്. ശാസ്ത്രം, അശാസ്ത്രം, ശാസ്ത്രീയമായത്, ശാസ്ത്രീയമല്ലാത്തത്. എല്ലാം ശാസ്ത്രീയമാണ്. ശാസ്ത്രീയമല്ലാത്തത് ഒന്നും ഇവിടെയില്ല. വേദാന്തവും ശാസ്ത്രീയമാണ്, മതവും ശാസ്ത്രീയമാണ്, സയൻസും ശാസ്ത്രീയമാണ്. അപ്പോൾ സയൻസ് മാത്രമേ ശാസ്ത്രീയമാവൂ എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം ഈ പ്രപഞ്ചം എന്താണെന്ന് ആർക്കും ഡിഫൈൻ ചെയ്യാനായിട്ടില്ല. ഒരു പക്ഷേ വൈദ്യശാസ്ത്രത്തിന് തന്നെ ജീവൻ എന്നുള്ളത് ഡിഫൈൻ ചെയ്യാനായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതോടൊപ്പം നമ്മുടെ മനസ്സും ഡിഫൈൻ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഡെഫിനിഷൻ ഇല്ലാത്ത ഒട്ടനവധി കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട്. പ്രപഞ്ചം തന്നെ ഡിഫൈൻ ചെയ്യാനായിട്ടില്ല. നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇനി കുറച്ചു കാലം കഴിയുമ്പോൾ ചിലപ്പോൾ ഇത് സാധ്യമായിരിക്കും. AI ഒക്കെ വന്ന കാലഘട്ടത്തിൽ ചിലപ്പോൾ വളരെ എളുപ്പത്തിൽ ഇത് സാധ്യമാകാൻ സാധ്യതയുണ്ട്. പക്ഷെ എങ്കിലും ഇപ്പോൾ നമുക്ക് പൂർണ്ണമായ ജ്ഞാനം പ്രപഞ്ചത്തെക്കുറിച്ചില്ല. എങ്കിലും ഇത് സുന്ദരമാണ്. ഈ പ്രപഞ്ചം സുന്ദരമാണ്, ഇത് മനോഹരമാണ്. ഒരു മനോഹരമായ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്, സുന്ദരമായ ലോകത്താണ് നാം ജീവിക്കുന്നത്. നമ്മുടെ ജീവിതവും അതുപോലെ തന്നെ മനോഹരവും സുന്ദരവുമാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ലഭിക്കേണ്ടത് സുഖവും സന്തോഷവും സമാധാനവുമാണ്. അതോടൊപ്പം തന്നെ ആത്യന്തികമായി ഇതിൻ്റെ റിസൾട്ട് ആനന്ദമാണ്. വളരെ ശരിയാണ് സാർ. അപ്പം ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യം വളരെ ഇഷ്ടമായി. നമ്മുടെ ജീവിതം സുന്ദരമാണ്. നമ്മുടെ ജീവിതം സുന്ദരമാണെന്ന് അറിയാൻ നേരത്തെ സാറ് പറഞ്ഞ മാതിരി ആ തത്വം കൂടി നമ്മൾ അറിയണം. കാരണം നമ്മൾ ജീവനാണ്. ജീവൻ എന്ന് പറഞ്ഞാൽ ആത്മാവാണ്. അപ്പോൾ ഈശാവാസീതം സർവ്വം, ആ എല്ലാ ചൈതന്യവും അല്ലെങ്കിൽ എല്ലാവരുടെ ഉള്ളിലും ഒരേ ചൈതന്യം ആണ്
അതന്നെയാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴല്ലേ ആ സൗന്ദര്യം കൂടുതൽ വികസിക്കുന്നത്. തീർച്ചയായും സർ, വേദാന്തം പറയുന്ന ഈശാവാസ്യം ഇതം സർവം സർവം ഖലിതം ബ്രഹ്മ, അതെ, അത് വളരെ ശരിയാണ്. ഈ പ്രപഞ്ചം ഒന്ന് തന്നെയാണ്, എല്ലാ മതങ്ങളിലുള്ളതും ഒന്ന് തന്നെയാണ്. ഒരു തത്വവും തെറ്റല്ല, ഒന്നും മോശമല്ല, എല്ലാം നല്ലതാണ്. ഏതെങ്കിലും ഒരു മതം നല്ലതാണെന്നും മറ്റത് മോശമാണെന്നും പറയുന്ന അജ്ഞാനം കൊണ്ടാണ്. ഇവിടെ ഉള്ളതെല്ലാം, കാരണം ഇതെല്ലാം ഒന്നാണ്. അപ്പൊ ഒന്ന് മോശമാണെന്ന് പറയുന്നത് അജ്ഞാനമാണ്. ഈ പ്രപഞ്ചത്തിൽ സർവ്വതും നല്ലതാണ്. ഒന്നിനെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്കൊന്നും പറയാനാകില്ല, കാരണം മാറ്റി നിർത്താനാകില്ല. അപ്പൊ നമുക്ക് ജീവിക്കേണ്ടത് ഈ പ്രപഞ്ചത്തിലാണ്. അപ്പൊ സാറ് പറഞ്ഞ മാതിരി വളരെ ശരിയാണ്. ഒന്നിനെ മാറ്റി നിർത്തിയാൽ വേദോപനിഷത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ തെറ്റാണ്. തീർച്ചയായിട്ടും. കാരണം ഈശാവാസ്യം ഇതം സർവം, ആദ്യം അത് തെറ്റെന്ന് പറയേണ്ടത്. സർവം ഗലിതം ബ്രഹ്മ, എല്ലാം ബ്രഹ്മമാണ്, അതും തെറ്റാന്ന് പറയുന്നത്. അപ്പൊ ബേസിക് കൺസെപ്റ്റ് തെറ്റും, ആകെ തെറ്റും. അപ്പൊ ഈ പറയുന്നതില് ഒന്നും ഇവിടെ ഭിന്നമല്ല, ഒന്നും ഭിന്നമല്ല. ഈവൻ ഒരു സെയിന്റിൽ കാണുന്ന ആ ചൈതന്യം ഒരു പുഴുവിൽ കാണുന്ന ചൈതന്യം വൺ ആൻഡ് സെയിം അല്ലേ? പുഴുവിൽ കാണുന്ന ചൈതന്യവും വൺ ആൻഡ് സെയിം. പുഴു എന്ന വാക്ക് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലർക്ക് ഇത് ഇഷ്ടപ്പെടില്ല, എങ്കിലും പറയാം. പുഴു എന്ന് പറയുമ്പോൾ ഞാനൊക്കെ പുഴുവിനെ ഭക്ഷിക്കുന്ന ഒരാളാണ്, നേരിട്ട് ജീവനോടെ ഭക്ഷിക്കുന്ന ഒരാളാണ്. എങ്ങനെ പുഴുവിനെ ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ, സാർ ഒരു പക്ഷേ മോര് കഴിക്കുന്ന ഒരാളായിരിക്കാം. ഒരു മോര് കഴിക്കാറില്ല, ഞാനും മോര് കഴിക്കാറുണ്ട്. അപ്പൊ ഞാൻ ഒരിക്കല് അല്പം മോരെടുത്ത് മൈക്രോസ്കോപ്പിൽ നോക്കാൻ എനിക്ക് ഒരു അവസരം കിട്ടി. ഞാൻ നോക്കിയപ്പോൾ സഞ്ചരിക്കുന്ന വെജിറ്റബിൾസ് കണ്ടു. ഏകദേശം 1/2 സെന്റിമീറ്റർ 1 സെന്റിമീറ്റർ നീളമുള്ള വെജിറ്റബിൾസ് വരെ ഉണ്ടായിരുന്നു. നല്ല പുളിച്ച മോരാണെങ്കിൽ 1/2 സെന്റിമീറ്റർ വരെ നീളമുള്ള നല്ല സുന്ദര കുട്ടപ്പന്മാരായ വെജിറ്റബിൾസ് കാണുന്നുണ്ടാവും. പലരും മോര് കഴിക്കുമ്പോൾ ആ സുന്ദര കുട്ടപ്പന്മാരായ വെജിറ്റബിൾസ് നമ്മൾ വിഴുങ്ങുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ ഒന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. സത്യത്തിൽ ഞാൻ പുഴുവിനെ കഴിച്ചിട്ടുണ്ട്, അത് പുഴുവാണ്, അത് റിയാലിറ്റിയാണ്. സത്യത്തിൽ ഞാൻ കഴിച്ചിട്ടുണ്ട്, അത് റിയാലിറ്റിയാണ്. ഇനി മറ്റൊന്ന് പറയാം, ഞാൻ മോര് കാച്ചിയത് കഴിച്ചിട്ടുണ്ട്. മോര് കാച്ചിയത് കഴിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ പുഴുക്കളെ കാച്ചി കൊന്നിട്ടാണ് കഴിക്കുന്നത്. അതിന് പുഴു സൂപ്പ് എന്നാണ് പറയേണ്ടത്, പക്ഷെ നമ്മൾ മോര് കാച്ചിയതെന്നാണ് പറയുന്നത്. അപ്പൊ ഈ മോര് കാച്ചിയതും പുഴു സൂപ്പും സെയിമാണ്. അപ്പൊ ഇതൊന്നും പറയാതിരുന്നിട്ട് കാര്യമില്ല. കാരണം വെച്ചാൽ ഇത് പറയുമ്പോൾ ചിലർക്ക് ഛർദ്ദിക്കാൻ വരും, ചിലർക്ക് മാനസികമായി വിഷമം ഉണ്ടാവും. സത്യം തുറന്നു പറയാതിരിക്കാൻ പറ്റില്ല. ഞാനൊക്കെ ആദ്യം വെജിറ്റേറിയൻ ആയിരുന്നു. എന്റെ ധാരണ വെജിറ്റേറിയൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം വെജിറ്റബിൾസ് ആണ്, കുറച്ച് പിന്നെ ജന്തുക്കളും സസ്യങ്ങളും ഭിന്നമാണെന്ന് ധരിച്ചിരുന്നു. അപ്പോൾ ഞാൻ ഇതൊക്കെ ഇങ്ങ് പഠിച്ച് വന്നപ്പോൾ ഇനി ചീര എടുത്ത് കറി വെച്ചാലും ചീരയുടെ അടിയിൽ ചിത്രശലഭങ്ങൾ മുട്ടയിടുന്നു, സൂക്ഷ്മജീവികൾ മുട്ടയിടുന്നുണ്ട്. ആ മുട്ടയുണ്ട്, അപ്പോൾ മുട്ട കഴിക്കേണ്ടി വരും. പാല് കഴിക്കുമ്പോൾ അത് മൃഗജന്യമാണ്. പാല്, മുട്ട ഇതെല്ലാം മിക്സ്ഡാണ്. അപ്പോൾ ഇതിന് ഇങ്ങനെയുള്ള ഒരു ഭിന്നത പോലും ഇല്ല. അതായത് വെജിറ്റേറിയൻ എന്നോ നോൺ വെജിറ്റേറിയൻ എന്നോ ഒരു ബൈഫർക്കേഷൻ ആവശ്യമില്ല, ഒന്നിലും ബൈഫർക്കേഷൻ ആവശ്യമില്ല. അങ്ങനെ എല്ലാത്തിനെയും ഒന്നായി കണ്ടുകൊണ്ട് എല്ലാം മഹത്തരമാണ് എന്നുള്ള ചിന്ത നമ്മളിൽ ഉണ്ടാകണം. സാർ പുഴുവിനെ പറ്റി പറഞ്ഞപ്പോൾ പുഴു ട്രാൻസ്ഫോം ചെയ്തിട്ടാണ് ചിത്രശലഭമാകുന്നത്. ഞാനത് ചോദിക്കാതിരിക്കുകയായിരുന്നു. ചിത്രശലഭമാകുന്നത് അതിങ്ങനെ ട്രാൻസ്ഫോം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ വീണ്ടും മോശമാകാം, പക്ഷെ എങ്കിലും പറയാം, ഈ ലോകത്തെ ഏറ്റവും മോശപ്പെട്ട ജീവി, കാഴ്ചയിൽ ഏറ്റവും മോശപ്പെട്ട ജീവി മനുഷ്യനാണ്. കാരണം നമ്മൾ സീബ്ര എടുത്ത് നോക്കി, എന്ത് ചന്തമാണ് സീബ്രയെ കാണാൻ, എന്ത് മനോഹരമാണ്, എന്ത് അടുക്കും ചുറ്റോടെയാണ് അതിൻ്റെ വരകളൊക്കെ ഇങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആ സ്ഥാനത്ത് നമ്മൾക്ക് അപ്ഡേഷൻ വന്നില്ലായിരുന്നെങ്കിൽ, നമ്മൾ പ്രിമിറ്റീവായിട്ടുള്ള മൈൻഡുമായി നടന്നിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? നമുക്ക് മുടിയൊക്കെ നീണ്ട്, നഖങ്ങളൊക്കെ നീണ്ട് ഒരു വികൃത രൂപമാകുമായിരുന്നു. ഈ ലോകത്തെ ഏറ്റവും വൃത്തികെട്ട ജന്തുവായി നമ്മൾ മാറുമായിരുന്നു. അപ്പൊ നമുക്കിപ്പം ജന്തു എന്ന് പറയാൻ മടിയാണ്. ജന്തു ആണ് എന്ന് പറയാം, നമ്മൾ ഹോമോസാപ്പിന എന്ന് പറയാൻ പോലും മടിയാണ്. കാരണം ജന്തു എന്ന് പറയുമ്പോൾ മോശമാണ്. പക്ഷെ നമ്മൾ ജന്തുവിനേക്കാൾ മോശമാകുമായിരുന്നു. പക്ഷെ ഇപ്പൊ ഇന്ന് നമ്മൾ അപ്ഡേറ്റ് ചെയ്തു, ഓരോ ദിവസവും നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആവും. അപ്പൊ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് ഈ ലോകത്ത് വളരെയധികം ചിന്തിച്ച് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചിന്തിക്കുന്ന ചിന്ത ഈ പ്രപഞ്ചം ചിന്തിക്കുന്നതാണ്. പ്രപഞ്ചത്തിന് അന്യമായി നമുക്കൊരു ചിന്തയില്ല. നമ്മുടെ ബുദ്ധിയും നമ്മുടെ ബോധവും നമ്മുടെ മനസ്സും പ്രപഞ്ചത്തിന്റെ മനസ്സും പ്രപഞ്ചത്തിന്റെ ബോധവും പ്രപഞ്ചത്തിന്റെ ബുദ്ധിയുമാണ്. അതേ ബുദ്ധി തന്നെയാണ് സർവ്വ ജീവജാലങ്ങൾക്കുമുള്ളത്. അപ്പൊ ഏതിനെയെങ്കിലും നമ്മൾ മോശമായി കാണുന്നത് അജ്ഞാനമാണ്. സർവ്വത്തിലും ഇപ്പൊ നമ്മുടെ ശരീരം എടുത്തു നോക്കിയാൽ നമുക്ക് തോന്നും ഇത് സുന്ദരമാണെന്ന്. പക്ഷേ ഈ ശരീരത്തിനുള്ളിൽ സൂക്ഷ്മജീവികൾ അധിവസിക്കുന്നുണ്ട്. കോടിക്കണക്കിന് സൂക്ഷ്മജീവികളുടെ ഒരു ആവാസ വ്യവസ്ഥയ്ക്കാണ് ഞാൻ എൻ്റെ പേരിട്ടിരിക്കുന്നത്. സത്യത്തിൽ ഒരു സ്ക്വയർ സെന്റിമീറ്ററിനുള്ളിൽ തന്നെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് സൂക്ഷ്മജീവികളുണ്ട്. അങ്ങനെ ഈ സൂക്ഷ്മജീവികൾ ഒന്നിച്ച് ജീവിക്കുമ്പോൾ എനിക്ക് അനുകൂലമായ സൂക്ഷ്മജീവികൾ എൻ്റെ ശരീരത്തിലുണ്ട്. അപ്പൊ ഞാൻ ആരെയാണ് കുറ്റം പറയുക, ആരെയാണ് വെറുക്കുക?
ആരോടാണ് നമുക്ക് വെറുപ്പുണ്ടാകാൻ പറ്റുക? ഒരു ഉദാഹരണം പറയാം. സാറ് പാമ്പുകളെ കണ്ടിട്ടുണ്ടാവും, ധാരാളം പാമ്പുകളെ കണ്ടിട്ടുണ്ടാവും. അതിൽ രാജവെമ്പാല എന്ന് പറഞ്ഞൊരു പാമ്പ് നമ്മൾ കാണുമ്പോൾ ഒരു 10 അടി നീളമൊക്കെ ഉണ്ടാവും, നല്ല ശരീരമാണ്, പത്തി ഉയർത്തിപ്പിടിച്ച് നിൽക്കുമ്പോൾ നല്ല ഗാംഭീര്യമാണ്. പക്ഷേ ഈ രാജവെമ്പാല ശക്തനാണെന്ന് നമുക്ക് തോന്നും. പക്ഷേ ഈ രാജവെമ്പാലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ കാണുന്ന മാതിരിയല്ല, കക്ഷി ഒരു ഭീരുവാണ്. കാരണം അയാളുടെ തലയിൽ വിഷസഞ്ചിയിൽ നിറയെ വിഷം നിറച്ചു വെച്ചിട്ട് ഏതെങ്കിലും ഒരു ശത്രുവിനെ കണ്ട അപ്പ കുത്തുകയാണ് ചെയ്യുന്നത്. ചീറ്റുകയാണ്, വിഷം ചീറ്റുകയാണ് ചെയ്യുക. അങ്ങനെ വിഷം ചീറ്റ് ജീവിക്കുന്ന, അതല്ലെങ്കിൽ കുറച്ച് അല്പ ദൂരത്താണ് ഒരു ശത്രുവെങ്കിൽ വിഷം ദൂരേക്ക് ചീറ്റുന്ന ഒരു ജീവിയാണ് ഈ രാജവെമ്പാല. അപ്പൊ ഭയമുണ്ട്, രാജവെമ്പാല ശക്തനല്ല. ഈ പ്രപഞ്ചത്തിൽ സർവ്വതും അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അതുപോലുള്ള മനുഷ്യരും ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ചില മനുഷ്യരൊക്കെ എന്താ ചെയ്യുന്നത് വെച്ചാൽ അവരുടെ മനസ്സ് വിഷലിപ്തമായി കഴിഞ്ഞ് ആ മനസ്സുകൊണ്ട് എല്ലാത്തിനെയും കാണുക. അപ്പൊ എന്ത് സംഭവിക്കുന്നു? ഇവർ കാണുന്നത് മുഴുവൻ ആ വിഷലിപ്തമായ മനുഷ്യരെയാണ്, ആ വിഷലിപ്തമായ സമൂഹത്തെയാണ്. അപ്പൊ എന്ത് സംഭവിക്കുന്നു? മഞ്ഞ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ മഞ്ഞയായി കാണുന്നു. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇതെല്ലാം തോന്നലുകളാണ്. സത്യത്തിൽ ഇതെല്ലാം ഒന്നാണ്. ഇവിടെ മോശമായി ഒന്നുമില്ല, മോശമായി ഒന്നും സംഭവിക്കുന്നുമില്ല. ആളുകൾ പറയും അവിടെ അങ്ങനെ സംഭവിച്ചു, അത് ഇങ്ങനെ സംഭവിച്ചു, അതൊക്കെ മോശം. അങ്ങനെയൊന്നുമില്ല. സംഭവിക്കേണ്ടത് മാത്രമേ സംഭവിക്കുന്നുള്ളൂ. സംഭവിക്കേണ്ടതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ യുദ്ധം, മറ്റുള്ള കാര്യങ്ങൾ നമ്മളിപ്പോൾ സമൂഹത്തിൽ വ്യവഹാരിക തലത്തിൽ മോശപ്പെട്ട് പറയുന്നുണ്ടല്ലോ. അത് മോശപ്പെട്ട് പറയാൻ കാരണം അത് നമ്മുടെ തോന്നലാണ്. അതായത് കോൺട്രഡിക്ഷൻ എന്നും ഉണ്ട്. യുദ്ധം എന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ശരീരത്തിനുള്ളിൽ തന്നെ യുദ്ധം നടക്കുകയാണ്. ഒരമ്മയുടെ ഉദരത്തിൽ 2 കുട്ടികൾ വളരുന്നുണ്ടെങ്കിൽ ആ കുട്ടികൾക്കിടയിൽ പോലും വൈരുദ്ധ്യമുണ്ട്, യുദ്ധഭാവമുണ്ട്. അവർ യുദ്ധം ചെയ്യുന്നുണ്ട്, ആവശ്യമെങ്കിൽ യുദ്ധം ചെയ്യും. അപ്പൊ ഇതിങ്ങനെ സംഭവിച്ച് ഈ ലോകത്ത് യുദ്ധം നടക്കുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ടാകും. കാരണമില്ലാതെ ഒന്നും സംഭവിക്കുന്നില്ല ഈ പ്രപഞ്ചത്തിൽ. റീസൺ ഇല്ലാതെ ഒന്നും സംഭവിക്കില്ല. അപ്പൊ റീസൺ ഉണ്ട് എല്ലാത്തിനും. ആ റീസണെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അത് തന്നെയല്ലേ ഇപ്പൊ ഈ കർമ്മഫലം എന്ന് പറഞ്ഞു വരുന്നത്? കർമ്മഫലം അതൊരു പ്രധാനപ്പെട്ട സബ്ജക്റ്റാണ് സർ. കർമ്മം എന്ന് പറഞ്ഞാൽ ശരിയാണ്. ഈ കർമ്മഫലം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ധരിച്ചിരിക്കുന്നത് കർമ്മം ചെയ്യുന്നത് ഈ ശരീരമാണെന്നാണ്. ഒരു പരിധി വരെ അത് ശരിയായിരിക്കാം, പക്ഷേ അത് തെറ്റാണ്. കർമ്മം ചെയ്യുന്നത് ഈ ശരീരമല്ല. കർമ്മം ചെയ്യുന്നത് മുഴുവൻ ഈ ജീവാൻ ആണ്, അല്ലെങ്കിൽ ജീവാത്മാവാണ്, അല്ലെങ്കിൽ ഈശ്വരനാണ്. ജീവനാണ്, ജീവാത്മാവാണ്, അല്ലെങ്കിൽ ഈശ്വരനാണ്. ഈ ശരീരത്തെ നിയന്ത്രിക്കുന്ന, ഈ ശരീരത്തിന് ആധാരമായി നിൽക്കുന്നത് എന്തോ അതാണ് കർമ്മം ചെയ്യുന്നത്. അപ്പൊ ആധാരമായി നിൽക്കുന്നത് ഞാൻ, ഹൂ ആമ എന്നുള്ള ചോദ്യത്തിന് ഞാൻ എന്ന് പറയുമ്പോൾ ആളുകളൊക്കെ തെറ്റായി ധരിക്കുന്നത് ഈ ശരീര രൂപത്തിലുള്ള എക്സ് എന്ന പേരിനെയാണ്, അല്ലെങ്കിൽ വൈ എന്ന പേരിനെയാണ്. ഈ എക്സ് എന്ന പേരോ വൈ എന്ന പേരോ അല്ല സത്യത്തിൽ ഞാൻ എന്ന് പറയുന്നത് യൂണിവേഴ്സാണ്. ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ് ഞാനാണ് അഖിലം. ഞാൻ അതറിയാത്തതുകൊണ്ട് എന്ത് വിചാരിക്കുന്നു? ഒരു 55 കിലോയോ അല്ലെങ്കിൽ 75 കിലോയോ അല്ലെങ്കിൽ 100 കിലോയോ തൂക്കമുള്ള ഒരു ശരീരത്തിന്റെ ഉള്ളിലുള്ള എന്തോ ആണ് ഞാൻ എന്ന് ധരിക്കുന്നു. എന്റെ ശരീരത്തിൽ നിന്ന് ജീവൻ അങ്ങോട്ട് പോകുന്നു, ഞാൻ മരിക്കുന്നു എന്നൊക്കെ ധരിച്ചിരിക്കുന്നത്. ഞാൻ മരിക്കുന്നില്ല, ഞാൻ ഒരിക്കലും മരിക്കില്ല. ഞാനിവിടെ എക്സിസ്റ്റ് ചെയ്യും. ഞാൻ എന്ന് പറയുന്നത് ജീവനാണ്, ആത്മാവാണ്, പരമാത്മാവാണ്, ഈശ്വരനാണ്, വേദാന്ത ഭാഷയിൽ അല്ലെങ്കിൽ ദൈവമാണ്. ആ അഖണ്ഡബോധം നമ്മളിൽ ഉണ്ടാകണം. ഈ ബ്രഹ്മാണ്ടവും പിണ്ടാണ്ടവും നമുക്ക് മനസ്സിലാവണം. അത് മനസ്സിലായി കഴിഞ്ഞാൽ ഒരു പാർട്ടിക്കിളിൽ നിന്ന് ഈ പ്രപഞ്ചത്തിന്റെ അതിരുകളിലേക്ക് പോകാനാകും. അപ്പൊ പ്രപഞ്ചത്തെ നമുക്ക് സംശീകരിക്കാനാകും. ഇതിൽ എനിക്കൊരു സംശയം, എല്ലാം ചെയ്യുന്നത് ഈശ്വരനാണ് എന്ന് പറയുന്നു അല്ലേ? ശരിക്കും ആ ബ്രഹ്മം ഒന്നും ചെയ്യില്ല എന്നും പറയുന്നുണ്ട്. ഈ ബ്രഹ്മം ഒന്നും ചെയ്യില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ സംഭവിക്കുന്നതിന് മുഴുവൻ, അതായത് ഇപ്പൊ നമുക്ക് ഈ തോന്നലുകളുണ്ടല്ലോ, തോന്നലുകളാണ് ഈ സംഭവം എന്ന് പറയുന്നത്. ഇതെല്ലാം തോന്നലാണ്, സങ്കല്പങ്ങളാണ്. ഈ തോന്നലുകളാണ് സത്യത്തിൽ നമ്മൾ ഈ പറയുന്നതെല്ലാം. അതായത് ഇപ്പൊ നമുക്ക് തോന്നാത്ത ചില കാര്യങ്ങളുണ്ട്. അതായത് ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ ഇങ്ങനെ കറങ്ങുന്നു 23 മണിക്കൂർ 56 മിനിറ്റ് 9:04 സെക്കൻഡ് കൊണ്ട് ഒരു പ്രാവശ്യം ഇങ്ങനെ കറങ്ങുന്നു. ടിക്കറ്റ് എടുക്കാതെയാണ് കറങ്ങുന്നത്. ടിക്കറ്റ് ഈശ്വരൻ തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രപഞ്ചം തന്നിട്ടുണ്ട്. നമുക്ക് സുഖമായി കറങ്ങാം, ആരോടും ചോദിക്കണ്ട, അതിനകത്ത് ചെക്കിംഗ് ഒന്നും ഉണ്ടാവില്ല. അത് കഴിഞ്ഞ് നമ്മൾ സൂര്യനെ പ്രദക്ഷിണം ചെയ്യുന്നു, ഈ ഭൂമി സൂര്യനെ പ്രദക്ഷിണം ചെയ്യുന്നു. അതേ സമയത്ത് തന്നെ 365 ദിവസം 365 ദിവസവും 6 മണിക്കൂറും 9 മിനിറ്റും കൊണ്ട് നമ്മൾ ഒരു പ്രദക്ഷിണം ചെയ്യുന്നു. അത് കഴിഞ്ഞ് നമുക്ക് മിൽക്കി വേ എന്നൊരു ഗാലക്സി ഉണ്ട്. നമ്മൾ ഈ ഗാലക്സിയെ ചുറ്റുന്നു.
വളരെ സ്പീഡിലാണത്. ഈ ഭൂമി കറങ്ങുന്നത് തന്നെ ഒരു മണിക്കൂറിന് 1670 കിലോമീറ്റർ സ്പീഡിലാണ്. അതിനേക്കാൾ 1,07,000 കിലോമീറ്റർ സ്പീഡിലാണ് സൂര്യനെ പ്രദർശനം ചെയ്യുന്നത്. അങ്ങനെ അനന്ത വിശാലമായി പ്രപഞ്ചത്തെ നമ്മൾ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. വിത്തൗട്ട് ടിക്കറ്റ് ചെക്കിംഗ് അതില്ല, ഒരിടത്തും ചെക്കിംഗ് ഇല്ല. നമുക്കിങ്ങനെ കറങ്ങാം, അനന്ത വിശാലമായി പ്രപഞ്ചത്തിൽ ഇങ്ങനെ കറങ്ങാം, മനോഹരമായി കറങ്ങാം. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്ത് അത്ഭുതമാണെന്ന് ആലോചിച്ചു. തീർച്ചയായിട്ടും നമ്മൾ വിചാരിക്കുന്നു നമ്മൾ ഇവിടെ തന്നെ ജീവിക്കുകയാണ്, നമ്മൾ ഭൂമിയിൽ ജീവിക്കുകയാണ്. പക്ഷെ ഈ ഭൂമി അടക്കം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രപഞ്ചത്തിന് നടുവിലൂടെ. അപ്പൊ ഈ മനോഹരമായ പ്രപഞ്ച നടുവിലൂടെ കറങ്ങാനും നമ്മുടെ മനസ്സിനെ കറക്കാനും അതിൽ നിന്ന് നമുക്ക് നന്മകളെ സ്വാംശീകരിക്കാനും കഴിഞ്ഞാൽ എത്ര മനോഹരമാണ് ഈ ജീവിതം. നന്മ എന്ന് പറഞ്ഞപ്പോൾ സാറ് ചിന്തിച്ചിട്ടുണ്ടാവും, അപ്പൊ തിന്മയില്ലേ? സ്വാഭാവികമാണ്, ചിന്ത വരാം. അത് ഡ്വാലിറ്റിയാണ്, ദ്വൈതമാണ്. അപ്പൊ ഈ ഡ്വാലിറ്റി വരുമ്പോഴാണ് അത് ഉണ്ടാകുന്നത്. അപ്പൊ നന്മ മാത്രമേ വേണ്ടുവെങ്കിൽ അത് മാത്രമേ ഉള്ളൂ. അതെ. അപ്പൊ നമുക്ക് എന്താണോ വേണ്ടത് അത് സ്വീകരിക്കാം. തിന്മ എന്ന് പറഞ്ഞൊരു പേരിട്ട് വിളിച്ച് ഈ എല്ലാം നന്മയും തിന്മയും ഒന്ന് തന്നെയാണ്. നന്മയും ഈശ്വരനാണ്, തിന്മയും ഈശ്വരനാണ്. നന്മയും ബ്രഹ്മമാണ്, തിന്മയും ബ്രഹ്മമാണ്. ശരി, രണ്ടും ഒന്ന് തന്നെയാണല്ലോ. അപ്പൊ ഏത് വേണമെങ്കിൽ നമുക്ക് സ്വീകരിക്കാം. അപ്പോൾ ചോദ്യം വരും, നന്മ ഈശ്വരനാണ്, തിന്മ ഈശ്വരനാണോ? ചോദ്യം സ്വാഭാവികമായിട്ട് വരാം, ഇല്ലേ? അല്ല, പരമാർത്ഥിക തലത്തിൽ അങ്ങനെ ചോദ്യം വരില്ല. കാരണം എല്ലാം ഒന്നാണ്, അടിവരായിട്ട് പറഞ്ഞല്ലോ. വ്യാവഹാരിക തലത്തിൽ വരുമ്പോൾ രണ്ടായി തോന്നാം, പക്ഷേ എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പൊ ഈ യൂണിവേഴ്സിൽ നമുക്ക് വേണ്ടത് സ്വീകരിക്കാം. നമ്മൾ സർവ്വസ്വതന്ത്രരാണ്, നമ്മൾ ഭാഗ്യമുള്ളവരാണ്. നമുക്കെല്ലാം ഇവിടെ സ്വന്തമായി ലഭിക്കും. അപ്പൊ നമുക്കത് എന്തും സ്വീകരിക്കാം. അപ്പൊ നമുക്ക് വേണ്ടതിനെ, നമുക്ക് അനുകൂലമായതിനെയാണ് നമ്മൾ പോസിറ്റീവ് എന്നും നന്മയെന്നും പുണ്യമെന്നും ഒക്കെ പറയുന്നത്. അപ്പോൾ സാറിൻ്റെ വിശ്വജീവൻ കൺസെപ്റ്റ് വാസ്തവത്തിൽ നമ്മളെ ആത്മസ്വരൂപം തന്നെ, നമ്മളാ ബ്രഹ്മം തന്നെ എന്ന് പഠിപ്പിക്കുന്ന ശാസ്ത്രമാണ്. തീർച്ചയായിട്ടും, അല്ലേ? എല്ലാ മതങ്ങൾ പഠിപ്പിക്കുന്നതും ഒന്ന് തന്നെയാണ്. അതിനകത്ത് ഈ വേദങ്ങൾ പറയുന്നതും അതല്ലെങ്കിൽ ബൈബിളിൽ പറയുന്നതും അതിൽ ഖുർആനിൽ പറയുന്നതും ഒക്കെ ഒന്നാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എവിടെയെങ്കിലും ഒരു വ്യത്യസ്തമായി പറയുന്നു, എവിടെയെങ്കിലും മോശമായി പറയുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല. ഇല്ല, എല്ലാം മനോഹരമാണ്. എല്ലാ മതങ്ങൾ പറയുന്നത് മനോഹരമാണ്, ശാസ്ത്രം പറയുന്നത് മനോഹരമാണ്. കാരണം ശാസ്ത്രവും ഈ പ്രപഞ്ചത്തിന്റെ ഭാഗമാണ്. അതെ. അല്ല, ഇത് പറഞ്ഞപ്പോഴാണ് സാറ് പറഞ്ഞ് കറക്റ്റാണ്. ഇപ്പോൾ ബൈബിളില് ജീസസ് പറയുന്നുണ്ട് വ്യക്തമായിട്ട്, ഞാനും എൻ്റെ പിതാവും ഒന്ന് തന്നെ. അതെ. ഐ ആൻഡ് മൈ ഫാദർ ഈസ് വൺ ആൻഡ് സെയിം, അല്ലെങ്കിൽ മൈ ഫാദർ ആൻഡ് ഐ ആർ വൺ ആൻഡ് സെയിം എന്ന് പറയുന്നത് ഇത് തന്നെയല്ലേ ഉപനിഷത്തിൽ അഹം ബ്രഹ്മാസ്മി. അതെ, ഒരു വ്യത്യാസമില്ല. വേർഡിങ്സ് അല്ലേ മാറി, വേർഡിങ്സ് മാത്രമേ മാറി. പിന്നെ ഞാൻ വായിച്ചത് ഓർക്കുന്നുണ്ട്. അപ്പോൾ ജീസസിന് റിയലൈസേഷൻ കിട്ടിയതിന് ശേഷം, റിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ അവിടേക്കാണല്ലോ ഇത് പറയാൻ പറ്റൂ. അതെ, അല്ലേ? അതെ. സൂഫി മതത്തിലെ മൻസൂർ അലി എന്നാണ് ഞാൻ ഓർക്കുന്ന അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിന് ഈ ഒരു ബ്രഹ്മം സാക്ഷാത്കരിച്ചപ്പോൾ, അല്ലെങ്കിൽ ഈശ്വരനെ സാക്ഷാത്കരിച്ചപ്പോൾ അത്രയും ആനന്ദം കിട്ടിയിട്ട് ആനന്ദം കൊണ്ട് തുള്ളിച്ചാടുക. ഒപ്പം അദ്ദേഹം പറയുന്നുണ്ട് അനാൽ ഹക്ക്, അനാൽ ഹക്ക്, അനാൽ ഹക്ക്. ഞാൻ ഉച്ചരിച്ചു ശരിയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം ഐ ആം ദി ട്രൂത്ത്, ഐ ആം ബ്രഹ്മൻ, ഞാൻ ഈശ്വരൻ ഒന്നാണെന്ന് അദ്ദേഹം പറഞ്ഞ് തുള്ളിച്ചാടുന്നു. പക്ഷെ ഈ തത്വം അറിയാത്ത മറ്റുള്ളവർ, മതവിശ്വാസികൾ എന്ന് ഞാൻ പറയുന്നില്ല, മറ്റുള്ളവർ അദ്ദേഹത്തോട് ഇത് മാറ്റി പറയാൻ പറയും. അദ്ദേഹം പറയും മാറ്റി പറയില്ല, ഞാൻ അനുഭവിക്കുന്ന സത്യമാണ്. എങ്ങനെ മാറ്റി പറയുക? കൊടയിൽ പിടിച്ച് ജയിലിലിട്ടു. 7 വർഷം എത്ര ജയിലിൽ കിടന്നിട്ട് മാറ്റി പറയാൻ പറയും. അദ്ദേഹം പറഞ്ഞു ക്രിസ്തുവിനെമാരി മാറ്റി പറയേണ്ട പ്രശ്നമില്ല. കാരണം എന്തിനാ മാറ്റി പറയും? ഞാൻ അനുഭവിച്ച അനന്ത സത്യമാണ്. അതെ. ഒടുവിൽ അദ്ദേഹത്തിന് വധശിക്ഷ കൊടുത്തു എന്നാണ് ഞാൻ വായിച്ചത്. അപ്പോൾ ഈ സാക്ഷാത്കാരം കിട്ടിക്കഴിഞ്ഞിട്ട് അത് മറ്റുള്ളവർക്ക് ഇപ്പോഴും അത് മനസ്സിലാവുന്നില്ല എന്നല്ല ഇതിന് മനസ്സിലാവുന്നു. തീർച്ചയായും അങ്ങനെയാണ്, അല്ലേ? ഇപ്പം ജീസസിന് ആ കാലഘട്ടത്തിൽ ആരൊക്കെ മനസ്സിലായി അദ്ദേഹത്തിൻ്റെ ദിവ്യത്വം? മനസ്സിലായിരുന്നില്ല. ഞാൻ വിശ്വസിക്കും മനസ്സിലായിട്ടില്ല എന്നാണ്. മനസ്സിലായിരുന്നുവെങ്കിൽ യൂദാസ് ഒറ്റി കൊടുക്കില്ലായിരുന്നു. മറ്റുള്ള ശിഷ്യന്മാർ നിങ്ങൾ ദൈവപുത്രനെ അല്ലെങ്കിൽ കണ്ടുവച്ചപ്പോൾ കണ്ടില്ല പറഞ്ഞു, പേടിച്ചിട്ടോ എന്തോ. അപ്പോൾ ലേശം പോലെ അദ്ദേഹം പറഞ്ഞത് മനസ്സിലായിരുന്നുവെങ്കിൽ ഇത് സംഭവിക്കില്ല എന്ന് വിശ്വസിക്കുന്നതിനാണ് ഞാൻ. തീർച്ചയായിട്ടും ജീസസ് മാത്രമേ ആ കാലഘട്ടത്തിൽ ഈശ്വരനെ സാക്ഷാത്കരിച്ചിട്ടുള്ളൂ. ആ കാലഘട്ടത്തിൽ, ശരിയാണ്, അല്ലേ? അപ്പോൾ ഈശ്വര സാക്ഷാത്കാരം കിട്ടുക, വൺ ആൻഡ് സെയിം എന്നറിയുക, അത് വളരെ വളരെ ഭഗവത്ഗീതയിൽ പറഞ്ഞ മാതിരി ഒരു അമൂല്യമായ അറിവാണ്. അപ്പം ഈ അറിവ് ഇത്രയും സാറ് സ്വയം ജീവിതത്തിൽ
അതിനെപ്പറ്റി റിസർച്ച് ചെയ്ത് പഠിച്ച് സാക്ഷാത്കരിച്ച് ഒരു പുതിയ രൂപം നൽകി ആ ശാസ്ത്രത്തിന്, സാറിൻ്റേതായിട്ടുള്ള തനിമ പകർന്നുകൊണ്ട്. അതല്ലേ വിശ്വജീവൻ. അപ്പോൾ ഈ വിശ്വജീവനും വേദാന്തവും രണ്ടും വൺ ആൻഡ് സെയിം തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിശ്വസിക്കല കാര്യം അപ്പോഴേ സയൻസ് ആവുള്ളൂ. അപ്പോൾ സാറിൻ്റെ ഭാഷയിൽ അതൊന്ന് വിശദീകരിക്കാമോ? വേദാന്തം അല്ലെങ്കിൽ അദ്വൈതവും വിശ്വജീവനും. അദ്വൈതം എന്നത് ആ പദത്തിൻ്റെ അർത്ഥം പോലെ തന്നെ രണ്ടല്ലാത്തത് തന്നെയാണ് അദ്വൈതം. അപ്പോൾ ഈ ബ്രഹ്മം എന്ന് പറയുന്നത് തന്നെ ഏകവും അദ്വൈതവും നിർഗുണവും നിരാകാരവും നിത്യവുമായ തത്വമാണ്. ആ തത്വം തന്നെയാണ് ഈ പ്രപഞ്ചം. ആ തത്വം തന്നെയാണ് ഈ വിശ്വജീവൻ. ആ തത്വം തന്നെയാണ് ഈ പിതാവ്. അതുതന്നെയാണ് ഈ സർവശക്തനായ നാഥൻ. അതുതന്നെയാണ് ഈശ്വരൻ. അത് തന്നെയാണ് ദൈവം. അത് തന്നെയാണ് എല്ലാം. അപ്പം ഈ അഡ്ജക്റ്റീവ്സ് മുഴുവൻ ഒന്ന് ചേരുകയാണ്. എല്ലാ പുഴയും എല്ലാ തോടും എല്ലാ കായലും കടലിൽ വന്ന് ചേരുന്നത് പോലെ നമ്മൾ ഈ അഡ്ജക്റ്റീവ്സ് ആയിട്ട് കാണുന്നത് മുഴുവൻ ഭിന്നമാണെന്ന് തോന്നുന്ന അജ്ഞാനമാണ്. ഓക്കെ. എല്ലാം ഒന്നാണെന്ന് തോന്നുമ്പോഴാണ് നമ്മളിൽ ആത്മജ്ഞാനമുണ്ട് എന്ന് പറയാൻ പറ്റും. അപ്പോൾ സാറേ, എല്ലാം ഒന്നാണെന്ന് തോന്നിയിട്ട് നമുക്കത് ബോധിച്ചാൽ പിന്നെ ആനന്ദം വരില്ലേ? തീർച്ചയായും വരും. അപ്പോഴല്ലേ ഈ സച്ചിദാനന്ദമാവുന്നത്? തീർച്ചയായിട്ടും അങ്ങനെയാണ്. അല്ലേ? അതെ. ആ ഒന്നായത് അറിഞ്ഞാൽ പോരാ, അതിപ്പോ ബുദ്ധിയിൽ അറിയിക്കണം. അത് ദൃഢമായ അനുഭവം വരും. ആ അനുഭവത്തിന്റെ ഇതാണ് അനന്തരഫലമാണ് മൗനഗനാമൃതം. അല്ലേ? ആ സച്ചിദാനന്ദ സമുദ്രം നമ്മൾ അനുഭവിക്കുന്ന അവസ്ഥ. അല്ലേ? പിന്നെ ഒരു കാര്യം പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതുണ്ട്. ഇപ്പൊ സാറ് പറഞ്ഞു ഈ സച്ചിദാനന്ദം നാം അനുഭവിക്കുന്നു എന്ന് പറയുന്നത്. ഈ നാം എന്ന് പറയുന്നത് സത്യത്തിൽ ഇത് അനുഭവിക്കുന്നത് ആരാണ്? ഈ ജീവനാണ്, ഈ വിശ്വജീവനാണ്, ഈ ഈശ്വരനാണ്, ഈ ദൈവമാണ്, ഈ ബ്രഹ്മമാണ്, ഈ ആത്മാവാണ്, ഈ പരമാത്മാവാണ്. എല്ലാം ഒന്നാണ്. പക്ഷെ നമ്മൾ ധരിച്ചിരിക്കുന്നത് ഈ ശരീരത്തിൽ ഒതുങ്ങി നിൽക്കുന്ന മറ്റെന്തോ ആണെന്നാണ്. അതെ അതെ, അതുണ്ട്. ആ ധാരണയെ മാറ്റണം. അല്ല, ഇത് അനുഭവം വന്ന സാറേ, ഈ ധാരണ അനുഭവം വന്ന ധാരണ മാറും. ഇല്ലേ? അതുവരെ മാത്രമേ ഇതുള്ളൂ. അനുഭവം വന്ന ഈ ഈഗോ പോയിട്ട് പോകും, ധാരണ മാറും. ഇവിടെ ഒഴുകുന്ന ഒരു ചെറിയ തോട് പുഴയിലെത്തുമ്പോൾ തോട് ഇല്ലാതാകുന്നു. തോട് ഒരു കായലിലെത്തുമ്പോൾ പുഴ ഇല്ലാതാകുന്നു. കായൽ കടലിലെത്തുമ്പോൾ കായലും ഇല്ലാതാകുന്നു. അങ്ങനെ ഓരോന്ന് വാനിഷ് ചെയ്യപ്പെടും. അപ്പൊ നമ്മളിങ്ങനെ പടിപടിയായി വളരണം. വളർന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു തിയറിയിലേക്ക് എത്താം, വിശ്വജീവൻ എന്നുള്ള തിയറിയിലേക്ക് എത്താൻ പറ്റും. അപ്പൊ നമ്മൾ ഈ ജീവനിൽ വേണ്ടിയിട്ടും ഒന്നും പ്രശ്നം ഉണ്ടാക്കില്ല. ജീവൻ പോയി എന്നും പറയില്ല, ഞാൻ പോകുന്നില്ല. അതെ, അത് പോണില്ല. ഇതിപ്പോ കബീർദാസ് ആരോ പറഞ്ഞ മാതിരി ഒരു കടല്, ഒരു സമുദ്രം ഒരു തുള്ളിയിൽ കാണാൻ പറ്റും. തീർച്ചയായിട്ടും കാണാൻ പറ്റും. ഒരു തുള്ളി വെള്ളത്തിൽ നമുക്ക് സമുദ്രത്തെ കാണാൻ പറ്റും. ഇതല്ലേ ഇപ്പൊ സാക്ഷാത്കാരം കിട്ടിയവരുടെ അല്ലേ? അപ്പൊ ഇനി എൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ ചോദിക്കുകയാണ്. ഈ വിശ്വജീവൻ പേരിടാതെ, ദാറ്റ് ഈസ് യുവർ സാറിൻ്റെ ആണ് അതിൻ്റെ അധികാരം, അത് എനിക്ക് ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാലും എനിക്ക് എൻ്റെ ഒരു സംശയം ചോദിക്കാമല്ലോ. വിശ്വജീവൻ പകരം വിശ്വബ്രഹ്മം എന്തുകൊണ്ടിട്ടില്ല? വിശ്വജീവൻ എന്നതിന് പകരം വിശ്വബ്രഹ്മം എന്നിട്ടുള്ള വളരെ വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഈ ബ്രഹ്മം എന്ന് പറയുന്നതും ജീവൻ എന്ന് പറയുന്നത് ഒന്നായതുകൊണ്ട് ബ്രഹ്മം ഇവിടെ ഓൾറെഡി ഉള്ളതാണ്. ഈ ജീവൻ എന്ന് പറയാൻ നമ്മൾ ധരിച്ചിരിക്കുന്നത് സത്യത്തിൽ എന്താണെന്ന് വെച്ചാൽ ഇതൊരു ശരീരത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ്. ഇതിന് പരിമിതിയുണ്ട്. നമ്മുടെ ധാരണ അതായിരുന്നു. ആ ധാരണയെ തിരുത്താൻ, ബ്രഹ്മം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം ബ്രഹ്മം ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതാണ്. പക്ഷേ ജീവൻ എന്ന് പറയുന്നത് നമ്മുടെ ധാരണ ശരീരത്തിൽ ഒതുങ്ങി നിൽക്കുന്നതാണെന്നാണ്. ആ ധാരണയെ തിരുത്തുകയാണ് എൻ്റെ ലക്ഷ്യം. അതുകൊണ്ടാണ് ഞാൻ വിശ്വജീവൻ എന്ന് പറഞ്ഞത്. പലപ്പോഴും വിശ്വജീവൻ എന്ന് പറഞ്ഞാൽ പോലും ആളുകൾക്ക് ഈ ബ്രഹ്മമാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കിയില്ലെങ്കിൽ ജീവൻ വളരെ പരിമിതമാണെന്ന് കരുതും. ശരീരത്തിൽ ഒതുങ്ങുന്നതാണ് കരുതും. പക്ഷെ ശരീരത്തിൽ ഒതുങ്ങുന്നതല്ല ജീവൻ. ആർക്കും രക്ഷിക്കാവുന്നതല്ല. എൻ്റെ ശരീരത്തിനുള്ളിലല്ല ജീവൻ. ജീവൻ എല്ലായിടത്തും ഉണ്ട്. എൻ്റെ ശരീരത്തിനുള്ളിൽ മാത്രമായിരുന്നെങ്കിൽ നമുക്കത് കണ്ടുപിടിച്ച് ജീവന്റെ ഫോട്ടോ കാണാമായിരുന്നു, ജീവന്റെ രൂപം എന്തെന്ന് അറിയാമായിരുന്നു, ജീവൻ എത്ര തൂക്കമുണ്ടെന്ന് അറിയായിരുന്നു, ജീവൻ എവിടെ ഇരിക്കണമെന്ന് അറിയായിരുന്നു. അവിടെ ജീവൻ പുറത്തു പോകാതിരിക്കാൻ നമുക്ക് വലിയൊരു പെട്ടിയിലിട്ട് പൂട്ടിയാൽ മതിയായിരുന്നു. മരിക്കാറാവുന്ന സമയത്ത് വലിയൊരു പെട്ടി കൊണ്ടുവന്ന് ടൈറ്റാക്കി വെച്ച് അതിൽ ജീവൻ പോകാത്ത രീതിയിൽ നമുക്ക് ശാസ്ത്രീയമായി പൂട്ടി വെക്കാമായിരുന്നു. പക്ഷെ ജീവൻ അതല്ലല്ലോ. അപ്പൊ ജീവൻ പോകുന്നില്ലല്ലോ, വരുന്നുമില്ല. അപ്പൊ ജീവൻ ഇതല്ല. അതേമാതിരി ആത്മാവ് ഇതല്ല. അതെല്ലാം വ്യത്യസ്തമാണ്. അപ്പൊ നമ്മൾ സൂര്യനിൽ നിന്ന് പ്രകാശം വരുമ്പോൾ ഞാൻ സൂര്യനായി മാറുന്നുണ്ട്. അതുപോലെ ഞാൻ ഈശ്വരനായി മാറുന്നു. അപ്പൊ ഞാൻ ഈശ്വരനാണ്. അപ്പൊ ഞാൻ സാധാരണ ക്ഷേത്രങ്ങളിലൊന്നും പോകാറില്ല, ആരാധനകൾ ചെയ്യാറില്ല, ആചാരങ്ങൾ വിശ്വസിക്കാറില്ല. അതിന്റെ കാരണം
അത് ഞാൻ വിശ്വജീവൻ എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിൽ വന്നതിന് ശേഷം 50 വർഷമായി ഈ തത്വം താലോലിക്കുന്നു. അത് ശരി. 14 വയസ്സിൽ ഞാൻ എൻ്റെ നെഞ്ചിലേറ്റിയ തത്വശാസ്ത്രമാണ് വിശ്വജീവൻ. വളരെ കുറഞ്ഞ പ്രായത്തിൽ എനിക്ക് ലഭിച്ചൊരു തത്വത്തെ ഞാൻ അതേപടി തന്നെ ഇങ്ങനെ കൊണ്ടു നടക്കുകയാണ്. അത് ഇതേപോലുള്ളൊരു വേദിയിൽ, അതായത് ഷൊർണൂരിലെ ഒരു ആത്മജ്ഞാനിയുടെ മുമ്പിൽ എനിക്ക് തുറന്നു വയ്ക്കാൻ കിട്ടിയത് ഒരു മഹാഭാഗ്യമാണെന്ന് കരുതുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിനിടയിൽ ഏറ്റവും മികച്ച ഒരു ദിവസം, ഏറ്റവും നല്ല ഒരു ദിവസം ഇന്നാണെന്ന് ഞാൻ കരുതുന്നു. അതോടൊപ്പം തന്നെ ഈ നിമിഷമാണെന്ന് കരുതുന്നു. അങ്ങനെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുകയാണ്. ഓരോ ദിവസവും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഓരോ നിമിഷം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം സന്തോഷം. ഞാൻ പ്രധാനമായി ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് ഒരു എലമെന്റ് സന്തോഷമാണ്. അത് ആരും ഉണ്ടാക്കി തരാൻ എനിക്കിഷ്ടമല്ല. ആരും ഉണ്ടാക്കി തരേണ്ടതില്ല. എൻ്റെ സന്തോഷം ഞാൻ ഉണ്ടാക്കും. എൻ്റെ സുഖം അത് ഞാൻ ഉണ്ടാക്കും. എൻ്റെ സമാധാനം അത് ഞാൻ ഉണ്ടാക്കും. പിന്നെ മറ്റൊന്ന്, എൻ്റെ സുഖവും സന്തോഷവും സമാധാനവും കെടുത്താൻ ആരും വന്നിട്ട് കാര്യമില്ല. കാരണം എനിക്കത് ഒരു കവചമുണ്ട്. ആ കവചം ഉപയോഗിച്ച് ഞാൻ എൻ്റെ സന്തോഷത്തെയും സമാധാനത്തെയും സുഖത്തെയും തടയുന്നവരെ തടയും. അതിനുള്ള സംവിധാനം എനിക്കുണ്ട്. അപ്പം ഞാനെന്ന് പറയുന്നത് ഈ ബ്രഹ്മമായതുകൊണ്ട്, അല്ലെങ്കിൽ ഞാനെന്ന് പറയുന്നത് ജീവനായതുകൊണ്ട്, ഞാനെന്ന് പറയുന്നത് വിശ്വജീവനായതുകൊണ്ട് ഈ വിശ്വത്തിൻ്റെ എല്ലാ കഴിവുകളും എന്നിലുണ്ട്. നമ്മുടെ തോട്ട് അതെന്താണോ അതാണ് നമ്മൾ. തോട്ട് പോസിറ്റീവാണെങ്കിൽ പോസിറ്റീവ് ആവും, തോട്ട് നെഗറ്റീവാണെങ്കിൽ നെഗറ്റീവ് ആവും. ഈ തോട്ട് എന്ന് പറഞ്ഞപ്പോൾ വേദാന്തത്തിൽ സങ്കല്പങ്ങൾ എന്ന് പറയും. ചിന്ത നമ്മുടെ ചിന്തകളാണ് നമുക്കൊരു മനസ്സിനെ സമ്മാനിക്കുന്നത്. ആ മനസ്സാണ് നമുക്ക് നന്മകൾ കൊണ്ടുവരുന്നത്. അപ്പം ഞാൻ ഈ മനസ്സിനെയൊക്കെ കാണുന്നത് ഈ ചിന്തയുടെ ഒരു വാഹനമായിട്ടാണ്. നല്ല തോട്ട് വന്നാൽ നല്ല മനസ്സുണ്ടാവും. നല്ല മനസ്സുണ്ടെങ്കിൽ നന്മകൾ നമ്മളിലേക്ക് വാരി കൊണ്ടുവരും, നമ്മൾ ലഭിക്കും. അങ്ങനെ എങ്ങനെയാണെങ്കിലും എൻ്റെ സന്തോഷവും സുഖവും സമാധാനവും പൂർണ്ണമായി എനിക്ക് ലഭിച്ചിട്ടുണ്ട്, ലഭിക്കുകയും ചെയ്യും. ആശങ്ക എന്ന് പറയുന്ന സംഭവം എന്നിലില്ല. നല്ല ചിന്തകൾ, നല്ല മനസ്സ്. അപ്പോൾ ഈ വിശ്വജീവന് സമൂഹത്തിൽ പലതും ചെയ്യാൻ കഴിയും. കാരണം സമൂഹ മനസ്സ് ഇന്ന് ഒരുവിധം എന്താ പറയുക, ദുഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വിശ്വജീവൻ്റെ സ്പന്ദനം ഓരോ വ്യക്തിയിലെത്തണമെന്നാണ് ഞാൻ ആശിക്കുന്നത്. അതിന് വേണ്ട കാര്യങ്ങൾ സാറ് ചെയ്യുന്നുണ്ടെന്നറിയാം. അതൊന്നും കൂടിയും കുറേയും കൂടി അത് വ്യാപ്തമാക്കുക, ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കാനുള്ളത് ചെയ്യുമെന്ന് പ്രത്യാശിക്കുന്നു. ഇനി അടുത്തൊരു ചോദ്യം, ചോദ്യമല്ല, സാറ് പറഞ്ഞതെന്ന് തന്നെ ഞാൻ പറയുകയാണ്. നമ്മൾ ഈ സച്ചിദാനന്ദം കേട്ടിട്ടുള്ളൂ. എങ്ങനെ ഇത്രയും തുറന്നു പറഞ്ഞത് ഇദ്ദേഹമാണ്. ആനന്ദം കിട്ടണമെങ്കിൽ വസ്തു ഇവിടെ ഒന്നേ ഉള്ളൂ എന്ന് ഉറപ്പിക്കണം. എന്ത് കണ്ടാലും അത് തന്നെയെന്ന് ഉറപ്പിക്കണം, മനസ്സിൽ വരണം. അപ്പോൾ നമ്മളറിയാതെ തന്നെ ഈ ശരീരത്തിലിരുന്നു കൊണ്ട് തന്നെ നമുക്ക് ആനന്ദം ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ തെളിയും. അതല്ലേ എൻ്റെ? തീർച്ചയായിട്ടും. ഇങ്ങനെ ഇത്രയും തുറന്നു പറഞ്ഞൊരു മഹാൻ വേറെ എഴുത്തിലോ മറ്റുള്ളതിലോ ഞാൻ കണ്ടിട്ടില്ല. ആനന്ദം, സച്ചിദാനന്ദം ഇങ്ങനെ പലരും പറയും. ഇതിൻ്റെ സമാധി കിട്ടിയ സച്ചിദാനന്ദമാണ്, തുര്യാവസ്ഥയിൽ പോയ സച്ചിദാനന്ദം, ഇങ്ങനെ പറഞ്ഞു വായിച്ചു. പക്ഷെ അത് എങ്ങനെയെന്ന് ഇത്രയും വ്യക്തമായി പറഞ്ഞു തന്നത് ഇദ്ദേഹമാണ്. ഇത് നമുക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടും. ഇവിടെ വസ്തു ഒന്നേ ഉള്ളൂ, അത് ഉറപ്പിക്കുക. അതിപ്പോൾ ഇദ്ദേഹം ഞാനും കുറച്ചു മുമ്പ് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തു. ശങ്കരാചാര്യരുടെ ഒരു കോട്ടിങ്സ്, നിങ്ങൾ എത്ര പൂജ ചെയ്തോളൂ, എവിടൊക്കെ നിങ്ങൾ തീർത്ഥയാത്ര നടത്തിക്കോളൂ, എന്തൊക്കെ യോഗാഭ്യാസങ്ങൾ ചെയ്തോളൂ, എത്ര രാവും പകലും ധ്യാനിച്ചോളൂ, ഒരു കാര്യമില്ല. എന്നിട്ട് ശങ്കരാചാര്യർ പറയുന്നുണ്ട്, വിത്തൗട്ട് റിയലൈസിങ് വൺനെസ്, ആ ഏകാത്മ ദർശനം കൂടാതെ സാധിക്കില്ല. ഇത് അദ്ദേഹം വളരെ ലളിതമായ വാക്കുകളിൽ പറഞ്ഞു. ഈ പ്രപഞ്ചത്തിൽ ഒരേ ഒരു സത്യമേ ഉള്ളൂ, ഒറ്റ സത്യം. ആ സത്യമാണ് വിശ്വജീവൻ, അതാണ് പരമാത്മാവ്, അതാണ് ബ്രഹ്മം എന്ന്. അത് നമ്മുടെ മനസ്സിൽ ഉറച്ചു കഴിഞ്ഞാൽ ആനന്ദം, പിന്നെ അതിൻ്റെ അനന്തരഫലമാണ് ആനന്ദം. അപ്പോൾ ഇത്രയും വളരെ വ്യക്തമാക്കി ഇത് പറഞ്ഞു തന്നതിന് നമുക്ക് എല്ലാവർക്കും ഇപ്പം തന്നെ അദ്ദേഹത്തിന് ഒരു നമസ്കാരം കൊടുക്കാം. ഞാനും ഒന്ന് നമസ്കരിക്കാൻ പോകാം, കാരണം ഈ ആനന്ദത്തെ പറ്റി ഇത്രയും നന്നായി പറഞ്ഞതിന്. അപ്പം വിശ്വജീവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായിടത്തോളം ഇത് തന്നെയാണ് പരമാത്മാവ്, ഈശ്വരൻ, ബ്രഹ്മം. അതൊരു വസ്തുവേ ഉള്ളൂ. അതിൻ്റെ ഇതുകൊണ്ടാണ് ജഗത്ത് അല്ലെങ്കിൽ പ്രപഞ്ചം നമുക്ക് ഉള്ളതായി തോന്നുന്നത്. അങ്ങനെ അദ്ദേഹം വളരെ ലളിതമായിട്ട് പറഞ്ഞു തന്നു. ഇനിയും നമുക്ക് കുറച്ച് ചോദ്യങ്ങളും കൂടി ചോദിച്ചിട്ട് പോവാം. ഇനി അടുത്തത്, ഇപ്പോൾ വേദാന്തത്തിലോ അല്ലെങ്കിൽ മറ്റു ആത്മീയതയിലോ നമ്മൾ പറയുന്നുണ്ട്,
ഈ സമാധി അവസ്ഥ, സമാധി, അതിനെപ്പറ്റി. ധി സമമായിരിക്കുന്ന അവസ്ഥ. ധി എന്ന് പറഞ്ഞാൽ ബുദ്ധി. സമമായിരിക്കുന്ന അവസ്ഥ. അത് സത്യത്തിൽ സമമാണ്. അതിനെ സമമല്ല എന്ന് നമുക്ക് തോന്നുമ്പോഴാണ് ആ സമത്വം ഉണ്ടാകുന്നത്. അപ്പൊ സാറേ ഈ സമമല്ല എങ്ങനെ തോന്നിയത്? അല്ല, സമമല്ല എന്ന് തോന്നാൻ കാരണം നമ്മളെപ്പോഴും ഫ്ലക്ച്വേറ്റഡ് ആണ്. നമ്മുടെ മൈൻഡ് എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതെന്തുകൊണ്ട്? തോന്നലുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ദിവസം തന്നെ ഒരു 50,000-ലധികം കാര്യങ്ങളെ പറ്റി ചിന്തിക്കുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ കോൺസിക്വൻസസ് ആലോചിച്ച് നോക്കൂ. നമ്മൾ എല്ലാ കാര്യങ്ങളെ പറ്റി ഇങ്ങനെ ചിന്തിക്കുമ്പോൾ പലതും ആവശ്യമില്ലാത്തത് ഡസ്റ്റ്ബിന്നിലേക്ക് മാറ്റേണ്ടതുണ്ടാവും. അത് മാറ്റാത്തവരെ സംബന്ധിച്ചിടത്തോളം കൺഫ്യൂഷൻ ഉണ്ടാവും, പലതും ഇങ്ങനെ കലങ്ങി വരും. അപ്പൊ ആ സമാധി എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതിൽ തന്നെ കാര്യം. ധ്യാനം എന്ന് പറഞ്ഞാൽ ഇതന്നെ ആ ഒന്നിലുറപ്പിക്കണം. ഒരേ ഇത്. അപ്പൊ ഏകാഗ്രത അതല്ലേ ഉദ്ദേശിച്ചത്? അതെ. അപ്പൊ ആ ഒന്നേ ഉള്ളൂ എന്ന് നമുക്ക് ദൃഢമായി മനസ്സിൽ അനുഭവം വരുന്ന അവസ്ഥയാണ് സമാധി. അപ്പോൾ നമുക്ക് എല്ലാം തെളിഞ്ഞു കിട്ടും. ധി സമമായിരിക്കുന്ന അവസ്ഥ, അതായത് ഫ്ലക്ച്വേഷൻ ഇല്ലാതെ ബാലൻസ്ഡ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. എല്ലാറ്റിനും ഒന്നായി കാണാം, അനുഭവിക്കുക, ഒരു ഭിന്നതയില്ലാതെ ഇരിക്കുക. അപ്പൊ നമുക്ക് കിട്ടുന്നതാണ് ആനന്ദം. യാതൊരു ബൈഫർക്കേഷനും ഇല്ലാതെ എല്ലാം ഒന്നായി കാണുന്ന ഒരു അവസ്ഥ, അത് കിട്ടുമ്പോൾ ആനന്ദം. സമാധി, അത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മൾ സമാധിയിലാണ് ജീവിക്കേണ്ടത്. അതെ. മരിച്ചതിന് ശേഷം അല്ല സമാധി. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ. അതെ, അത് വളരെ ശരിയാണ്. തെറ്റിദ്ധരിക്കുക, സന്യാസിമാര് മരിച്ചാൽ മാത്രം സമാധി തെറ്റായ ധാരണ ഉണ്ട്. പിന്നെ മറ്റൊന്ന്, മരണവുമില്ല. അതേമാതിരി നമ്മൾ പൊതുവെ പറയുന്ന ആത്മഹത്യ, ആത്മാവിന് ഹത്യ ചെയ്യാനേ പറ്റില്ലല്ലോ. ആത്മഹത്യ എന്നുള്ള വലിയൊരു തെറ്റാണ്. അങ്ങനെ ഒരു ഹത്യ ഇല്ല. ആത്മാവിന് ഹത്യ ചെയ്യാൻ പറ്റില്ലല്ലോ. ഓക്കെ, അത് തന്നെയാണ് മരണവും ഇല്ല. അപ്പോൾ ഒരു മാറ്റമാണുള്ളത്. അതെ. അപ്പൊ തുര്യാവസ്ഥ ഇത് തന്നെയല്ലേ? അതെ, തീർച്ചയായിട്ടും തുര്യ അവസ്ഥ ഇത് തന്നെയാണ്. ഇതിൽ സാറേ ഞാൻ മനസ്സിലാക്കിയത് തുര്യാവസ്ഥ, ഇപ്പോ നമുക്ക് 3 അവസ്ഥകളുണ്ടല്ലോ, 4 അവസ്ഥകളുണ്ടല്ലോ. അപ്പൊ ജാഗ്രത അവസ്ഥ, സ്വപ്നം, സുഷുപ്തി, തുര്യാവസ്ഥ. ഇതിൽ ഞാൻ മനസ്സിലാക്കിയത് ഈ ജാഗ്രത അവസ്ഥയിൽ നമ്മൾ പലതും ഭിന്നമായിട്ട് കാണും. ഇത് തന്നെയാണ് സ്വപ്നത്തിലും പലതും ഭിന്നമായിട്ട് കാണും. സുഷുപ്തിയിൽ ഭിന്നമായിട്ട് കാണുന്നില്ല, എല്ലാം ഒന്നായി കാണുന്നു. അത് അജ്ഞാനമാണ്. അറിയുന്നില്ല. എന്നാൽ നമ്മൾ നിരന്തര സാധന ചെയ്ത് ഈശ്വരകൃപ കൊണ്ട് ആ തുര്യാവസ്ഥയിലെത്തുമ്പോൾ ഈ ഞാൻ തന്നെ പലതായി കാണുന്നതൊക്കെ ഞാൻ തന്നെ എന്നുള്ള ആനന്ദബോധം വരുന്ന അവസ്ഥയ്ക്കല്ലേ തുര്യാവസ്ഥ എന്ന് പറയുന്നത്? തീർച്ചയായിട്ടും അതല്ലേ അനുഭവം. സാർ പറഞ്ഞാണ്, സാർ ആത്മജ്ഞാനി ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് മനസ്സിലാവുന്നു, അതുകൊണ്ട് സാർ പറയുന്നു. അതല്ലേ അനുഭവം? തീർച്ചയായിട്ടും. ഞാൻ ചെറിയ ഉദാഹരണം പറയാം. ഇന്ന് ഞാൻ വരുന്നതിനിടയ്ക്ക് എനിക്ക് സ്വാമിയെ കണ്ട് സംസാരിക്കാൻ അവസരം കിട്ടി. അപ്പോൾ ആ സ്വാമി എന്നോട് പറഞ്ഞു, അദ്ദേഹം എല്ലാ മതങ്ങളിലും പെട്ട ഏതെങ്കിലുമൊക്കെ സമൂഹത്തോട് സംവദിക്കുന്ന ആളാണ്. അപ്പോൾ വർഗവും വർഗീയതയും തമ്മിലുള്ള വ്യത്യാസം അദ്ദേഹം പറഞ്ഞപ്പോൾ എനിക്കത് വളരെ കൗതുകകരമായി തോന്നി. ഒരു കമ്പാർട്ട്മെന്റിൽ കുറച്ച് യാത്രക്കാരുണ്ടെങ്കിൽ ആ യാത്രക്കാരിൽ ആരെങ്കിലും ദ്രോഹിക്കുകയാണെങ്കിൽ അപ്പോൾ വർഗബോധം വരും. ആ കമ്പാർട്ട്മെന്റിലെ ആളുകൾക്കെല്ലാം ഒരു വർഗമായാണ് കാണുന്നത്. പക്ഷെ അതിൽ നിന്നൊരു സെപ്പറേഷൻ വന്ന് എൻ്റെ ആള് എന്നുള്ളൊരു ചിന്ത വന്നിട്ടുണ്ടെങ്കിൽ വർഗീയതയായി മാറി. അപ്പോൾ അങ്ങനെ വർഗീയത ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് വർഗബോധം തെറ്റൊന്നുമല്ല, മനുഷ്യവർഗം, മനുഷ്യകുലം തെറ്റല്ല. പക്ഷെ അതിൽ ഒരു സെപ്പറേഷൻ വന്നിട്ട് ഒരു ഫ്രാക്ഷൻ മാത്രം എടുത്തിട്ട് അതെൻ്റെ സ്വന്തം എന്ന് പറയുമ്പോൾ അവിടെ വർഗീയത വന്നു. ഈ വർഗീയതയാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പോൾ എവിടെയും നമുക്ക് എല്ലാത്തിനെയും ഒന്നായി കാണാൻ കഴിയണം. അപ്പോൾ ഇത് ഇഷ്ടംപോലെ മതങ്ങളുണ്ട് ഇവിടെ. വിശ്വജീവന് ഞാനൊരു മതമാണ്, ഞാനിത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി നോക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായി ഇത് കോടിക്കണക്കിന്, നമ്മുടെ ഈ ഇലക്ഷൻ കമ്മീഷനെ രജിസ്റ്റർ ചെയ്യാൻ നോക്കുമ്പോഴാണ് ആയിരക്കണക്കിന് മതങ്ങളുണ്ട് ഇവിടെ. രജിസ്റ്റർ ചെയ്യാൻ നോക്കുമ്പോൾ ഞാൻ അൺക്ലാസിഫൈഡിലാണ് ഉൾപ്പെടുക. ക്ലാസിഫൈഡ് മതങ്ങളോട് വേറെ ഉണ്ട്, നല്ല ഒറിജിനൽ മതങ്ങളുണ്ട്. ഇതൊന്നും ലിസ്റ്റിൽപ്പെടുത്താൻ പറ്റില്ല എന്നാ പറഞ്ഞത്. മാറ്റിയെടുത്താണ് പറ്റില്ല, കാരണം ഇവിടെ മതങ്ങളുണ്ട്, എസ്റ്റാബ്ലിഷ്ഡ് ആണ്. പക്ഷെ ഇനി ഒന്നും മോശമല്ല. ഞാനിപ്പോൾ ഇനി ഇത് രജിസ്റ്റർ ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല, കാരണം ഉള്ള മതങ്ങളൊന്നും മോശമല്ല. എല്ലാ മതങ്ങളും നല്ലതാണ്. ഒന്നിലും ഒരു കറവില്ല, ഒന്നിലും ഒരു കുറവില്ല, എല്ലാം മനോഹരമാണ്. പക്ഷെ ഒരു മതം മാത്രമാണ് നല്ലതെന്ന് പറയുമ്പോൾ അവിടെയാണ് ഈ വർഗീയത തോന്നലുകൾ, അവിടെയാണ് വർഗീയത വരുന്നത്, അവിടെയാണ് തോന്നലുകൾ തെറ്റുന്നത്. ഒരു തോന്നൽ ശരിയാണ്, എല്ലാം ഒന്നാണെന്നുള്ള തോന്നൽ ശരിയാണ്, എല്ലാം നല്ലതാണെന്നുള്ള തോന്നൽ ശരിയാണ്, എല്ലാം മനോഹരമാണെന്ന തോന്നൽ ശരിയാണ്. സത്യത്തിൽ എല്ലാം മനോഹരമാണ്, എല്ലാം സുന്ദരമാണ്. ഈ സുന്ദരമായ ലോകത്ത് ജീവിക്കാൻ കിട്ടിയ ഭാഗ്യമാണ് നമ്മൾ ശരിക്ക് ആസ്വദിക്കേണ്ടത്. അത് ആസ്വദിക്കാനുള്ള ഭാഗ്യം നമുക്കുണ്ട്. പക്ഷേ പലരും അത് ആസ്വദിക്കുന്നില്ല, കാരണം ഈ ഭിന്ന ചിന്തയാണ്. ഓക്കെ, ഈ ജീവൻ മുക്താവസ്ഥ, വിദേഹമുക്താവസ്ഥ. അപ്പൊ അത് നമ്മൾ ഏകദേശം ജീവൻ മുക്താവസ്ഥ എന്ന് പറഞ്ഞാൽ സാറ് പറഞ്ഞതാണ്, മുക്തിയല്ല
അല്ലേ? അതെ, മുക്തി എന്ന് ആൾറെഡി മുക്തിയിലാണ്, നമ്മൾ മുക്തിയിലാണ്. അപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ ഞാനും ഈശ്വരനും ഒന്നാണെന്ന അനുഭൂതിയിൽ എത്തുന്ന അവസ്ഥയാണ് ജീവൻമുക്താവസ്ഥ. അപ്പോൾ വിദേഹമുക്തയോ? ദേഹം നമുക്ക് ഇല്ലല്ലോ. ദേഹം എന്ന് പറയുന്നത് ഒരു കൺസെപ്റ്റ് മാത്രമാണ്. ദേഹമില്ലാതെ അനുഭവിക്കുന്ന, ദേഹമില്ലാതെ തന്നെ എല്ലാം അനുഭവിക്കുന്നു. ദേഹത്തെ നമ്മൾ മറക്കാണ്. നമ്മൾ സുഷുപ്തിയിലാവുമ്പോൾ ദേഹമില്ലല്ലോ. ഓക്കെ. സ്വപ്നത്തിലും ഒരു പരിധിവരെ ദേഹമില്ല. ജാഗ്രതയിൽ മാത്രമേ ദേഹമുള്ളൂ. ഇനി സാറിനോട് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്, പലരും അത് തുറന്നു പറയാത്തതുമാണ്. അതുകൊണ്ട് നേരത്തെ പറഞ്ഞ ഒരു ആനന്ദം എങ്ങനെയാണ് കിട്ടുക എന്നുള്ളത് തുറന്നു പറഞ്ഞു. പലരും അത് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല, നിങ്ങൾ ഇങ്ങനെ പോയേ പറ്റൂ, ഇങ്ങനെ പോകണമെങ്കിലൊന്ന് വഴി പറഞ്ഞു തരില്ല, അത് പറയില്ല. നിങ്ങൾ ഒന്നിൽ ഉറപ്പിക്കുന്ന ഇവർ ആരും പറഞ്ഞു തരില്ല, ഇല്ലേ? ഞാൻ പല സത്സംഗങ്ങളും പ്രഭാഷണം ഇങ്ങനെ ഒന്നിൽ ഉറപ്പിക്കുന്നു ആരും പറഞ്ഞു തന്നിട്ടില്ല. വളരെ അപൂർവ രമണ മഹർഷിയോ പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ സാറോ ഇങ്ങനെ തുച്ഛം അവരുടെ നൊച്ചൂരോ അങ്ങനെ അവരുടെ പ്രഭാഷണത്തിന് വല്ലതും കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇനിയുള്ള ചോദ്യം നമ്മുടെ മരണാനന്തരം എന്ത്? നചികേതസ് ഹേമനോട് ചോദിച്ച ചോദ്യമാണ്. ഈ വേദിയിൽ ഞാൻ സാറിനോട് ചോദിക്കുന്നുണ്ട്. വളരെ നല്ലൊരു ചോദ്യമാണിത്. മരണാനന്തരം സത്യത്തിൽ അതിൽ സാർ ഒരു കാര്യം, നമുക്ക് മരണമില്ല എന്ന് പറഞ്ഞ് നിർത്തരുത്, അത് മറ്റുള്ളവർ പറയുന്ന മര്യാദയായിരിക്കും. അതുകൊണ്ട് പ്രേക്ഷകർക്ക് ഒന്നും മനസ്സിലാവില്ല. നമുക്ക് മരണമില്ല എന്ന് അനുഭവിക്കുന്ന അവസ്ഥയാണ് മരണാനന്തരം എന്ന് വേണം ഇങ്ങനെ പറയാം. പക്ഷെ അത് അവർക്ക് പെട്ടെന്ന് മനസ്സിലായാലും ഒന്നും കൂടി ഇത് ക്ലാരിഫൈ ചെയ്ത് ലളിതമായിട്ട് പറയണം. അങ്ങനെ പറയണമെങ്കിൽ നമ്മുടെയൊക്കെ ശരീരത്തിൽ നിരന്തരം മരണം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മരണം എന്ന് പറഞ്ഞാൽ മാറ്റമാണ്. സെൽസ് ഇങ്ങനെ പുതിയത് ജനിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നിരന്തരം മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓർഗാൻസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നിരന്തരമായ മാറ്റത്തിൽ ഒരു പാമ്പ് പടം കൊഴിക്കുന്നത് കൊണ്ട് ഒരു അപകടവും ഇല്ല. ഒരു പാമ്പ് പടം കൊഴിക്കുന്നത് കൊണ്ട് പുനർജനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ നിമിഷവും നമ്മൾ പുനർജനിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ പിന്നെ മരണത്തിനൊരു പ്രസക്തിയേ ഇല്ല. മരണത്തെക്കുറിച്ച് പറഞ്ഞാൽ ആരും ദുഃഖിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ പുനർജനിച്ചുകൊണ്ടേയിരിക്കുകയാണ്, നിരന്തരമായി പുനർജനിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പാമ്പ് പടം കൊഴിക്കുന്നതിനകത്തൊരു പ്രത്യേകതയുണ്ട്, ഇല്ലേ? ആ പടം പോയി കഴിഞ്ഞാൽ പാമ്പ് മനോഹരമാകുകയാണ്. ഇത്രയേ ഉള്ളൂ അല്ലേ? ഇത്രയേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ നമ്മൾ നമ്മൾ ആ പരമമായ അവസ്ഥയിൽ എത്തും. അതിനകത്ത് എന്തെങ്കിലും മാലിന്യം ഉണ്ടെങ്കിൽ വീണ്ടും മാലിന്യം അതൊക്കെ മാറിയിട്ട് പരമമായ അവസ്ഥ വലിയ പൂർണ്ണതയിലെത്തുന്നു, പരമമായിലേക്ക് എത്തുന്നു. അത് അനുഭവിക്കാം. അതാണ് മരണാനന്തരമുള്ള ഈ പറയുന്ന അവസ്ഥ. ഓക്കെ. ഇവിടെ ഞാനും പരിചയപ്പെടുത്തിയിട്ടുണ്ടല്ലോ പിള്ള സാറേ. അപ്പോൾ അദ്ദേഹമായിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോൾ അദ്ദേഹം പറയും, മാഷേ ആ അവസ്ഥയിൽ നമുക്ക് എന്തും ചെയ്യാം, അവിടെ നമ്മൾ പരിമിതനല്ല, നമ്മുടെ ഇച്ഛയിലാണ് എന്ത് നടക്കുന്നത്. അത് ശരിയാണ്? തീർച്ചയായിട്ടും ശരിയാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ഇച്ഛ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രപഞ്ചത്തിന്റെ ഇച്ഛയാണ്, ഈശ്വരന്റെ ഇച്ഛയാണ്, ബ്രഹ്മത്തിന്റെ ഇച്ഛയാണ്, പരമാത്മാവിന്റെ ഇച്ഛയാണ്, ആത്മാവിന്റെ ഇച്ഛയാണ്, എല്ലാം ഒരേ ഇച്ഛയാണ്. ആ ഇച്ഛ തെറ്റെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അത് നമ്മൾ അങ്ങനെ ആയാൽ അങ്ങനെ ആയാൽ അങ്ങനെ ആകാം. ഇനി ഒരു ചോദ്യം, ഇപ്പം നമ്മൾ ഇത്രയും കാലം ഈ ശരീരത്തിൽ ജീവിച്ചു, ശരീരം വിട്ടുപോയി, നമ്മൾ ആ അവസ്ഥയിലെത്തി. ആ അവസ്ഥയിലെത്തുമ്പോൾ ഇവിടുത്തെ ഇത് നമുക്ക് ഓർമ്മ ഉണ്ടാവുമോ? വളരെ പ്രസക്തമായ ചോദ്യം. ഇപ്പൊ ഞാൻ പറയാണ്, അവിടെ എത്തി ഞാൻ ആ ശരീരമില്ലാത്ത അവസ്ഥയിൽ ഇരിക്കുകയാണ്. അപ്പൊ എനിക്ക് തോന്നുകയാണ്, എനിക്ക് പ്രദീപ് സാറ് അല്ലെങ്കിൽ മണിയേട്ടനായിട്ടൊന്ന് കണ്ടിട്ട് സംസാരിക്കണം. സത്യത്തില് ഇതെല്ലാം നമ്മുടെ തോന്നലുകളാണ്. ഈ തോന്നലുകൾക്ക് ഒന്നും ഒരു കുഴപ്പമില്ല. തോന്നലുകൾ അന്നും ഇന്നും എന്നും നിലനിൽക്കും. പക്ഷെ അത് റിയൽ അല്ല എന്ന് മാത്രം. അല്ല, ഇങ്ങനെ റിയൽ അല്ലാത്തത് നമുക്ക് അവിടെ അനുഭവിക്കാൻ പറ്റും. റിയൽ എല്ലായ്പ്പോഴും നമുക്ക് റിയൽ അല്ലാത്ത, അത് വെറും തോന്നലല്ലേ. അത് റിയൽ അല്ലാത്തത് കൊണ്ട് നമുക്ക് തോന്നലുകളെ കുറ്റപ്പെടുത്താനാകില്ല. ഒരു സ്ക്രീനിന്റെ ഉള്ളിൽ കാണുന്നമാതിരിയാണ്. അത്രേ ഉള്ളൂ. അതൊക്കെ പോയിട്ടുണ്ടാവും. ആ സ്ക്രീൻ മാത്രമേ ഉള്ളൂ. സ്ക്രീൻ മാത്രമേ ഉള്ളൂ. ഇവിടെ ഇതിനൊന്നും യാതൊരു പ്രസക്തിയില്ല. അവിടെ എത്ര വലിയ അച്ഛനായാലും അമ്മയായാലും ശിഷ്യനായാലും ഗുരു ആയാലും ഒന്നുമില്ല. എല്ലാം ഒരുപോലെയാണ്. സ്ക്രീനോ എല്ലാം ഒരുപോലെയാണ്. ആ ഒരുപോലെയാണെന്നുള്ള ചിന്ത നമ്മളിൽ ഉണ്ടാകണം. അപ്പോഴാണ് നമുക്ക് ആനന്ദം ഉണ്ടാകുക. അത് എല്ലാത്തിലും ആ അവസ്ഥയിലെത്തുന്നത് സാറ് പറഞ്ഞ പോലെ നമ്മുടെ ഉള്ളിലുള്ള മാലിന്യങ്ങൾ പോകണം. സൂക്ഷ്മ ശരീരം ഇല്ലാതെ ആവണം. എന്തെങ്കിലും മാലിന്യം കണ്ട് വാസന ഉണ്ടെങ്കിൽ രണ്ടാമതും കറക്റ്റ് ചെയ്യാൻ ഇവിടെ വരണം, അല്ലേ? പുനരഭി ജനനം, പുനരഭി മരണം. അതായത് സത്യത്തിൽ നമ്മൾ ഇവിടെയാണ് ഉള്ളത്, എന്നും നമ്മളിവിടെ ഉണ്ടാകും. രൂപത്തിൽ മാറ്റം ഉണ്ടാകും. രൂപമാറ്റം മാത്രമേ സംഭവിക്കുന്നുള്ളൂ. എന്നും നമ്മളിവിടെ ഉണ്ടാകും. നമുക്ക് മരണമില്ല. അപ്പൊ മനോഹരമായി നമുക്ക് കിട്ടിയ ഈ രൂപത്തിൽ ഞാൻ ആരും ചോദിക്കാത്തൊരു ചോദ്യം ചോദിക്കില്ലേ, മണിയേട്ടന് രണ്ടാമത് ഇവിടെ വരേണ്ടി വരും ഈ ശരീരമായിട്ട്.
ഞാനിവിടെ ഉണ്ട്, ഇനി വരേണ്ടി വരില്ല, ഞാനിവിടെ ഉണ്ട്, ഓക്കെ, എനിക്ക് നാശമില്ല, അതുകൊണ്ട് ഞാൻ വീണ്ടും വരേണ്ടി വരുന്നില്ല. നാശമുണ്ടെന്ന് കരുതുന്നവർക്ക് മാത്രമേ വീണ്ടും വരേണ്ടി വരൂ. മതി മതി, എനിക്ക് നാശമില്ല, ഞാൻ വീണ്ടും വരേണ്ടി വരില്ല, ഞാൻ എന്നും ഇവിടെ ഉണ്ടാവും, സാറും ഉണ്ടാവും. ഓക്കെ ഓക്കെ, സാർ എന്നും ഇവിടെ ഉണ്ടാവും. നിലമ്പൂരമ്മ സാറെ ഒരു പരിധി വരെ അല്ലെങ്കിൽ കുറേയേറെ ഇതിൽ മുന്നേറാൻ സഹായിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നിലമ്പൂരമ്മ എന്നെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. നിലമ്പൂരമ്മയാണ് സത്യത്തിൽ എനിക്ക് അത്ഭുതമാണ് നിലമ്പൂരമ്മയുടെ ഈ ആത്മജ്ഞാനത്തിൻ്റെ ലബ്ധിയെ കുറിച്ചിട്ട് എങ്ങനെ കിട്ടിയെന്നുള്ളത്. അത് വളരെ അത്ഭുതമാണ്. ആ നിലമ്പൂരമ്മയാണ് എന്നെ ഈ തരത്തിലേക്ക് എന്നെ ട്രിഗർ ചെയ്തത്. ഈ രൂപത്തിലേക്ക് എത്താൻ വേണ്ടി എന്നെ ട്രിഗർ ചെയ്തത് നിലമ്പൂരമ്മയാണ്. എന്നും ഒപ്പം നിന്നിരുന്നു. നിലമ്പൂർക്ക് പ്രായമില്ലല്ലോ, ഒരു കുട്ടിയാണല്ലോ. ആ കുട്ടി എപ്പോഴും നമുക്ക് ഊർജം നൽകി എന്നെ പ്രോംപ്റ്റ് ചെയ്ത് ഇതിലേക്ക് കൊണ്ടുവരുവാണ് ചെയ്യുന്നത്. അമ്മയുടെ വാക്കുകളാണെങ്കിൽ നല്ല ഇളനീര് വെള്ളം കുടിക്കുന്ന തീർച്ചയായിട്ടും ആ തത്വങ്ങൾ ഗഹനമായിട്ടുണ്ടാവും. എന്നാൽ ഇളനീര് വെള്ളം ലളിതമായ ലളിതമായി നമ്മളിലേക്ക് സന്നിവേശിപ്പിക്കുകയാണ് ചെയ്തത്. വളരെ അത് നമുക്ക് വളരെയധികം ഗുണം ചെയ്തിട്ടുണ്ട്. ഒരു ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കുന്ന മാതിരിയാണ്. അപ്പോൾ അമ്മ ഇപ്പോൾ അവിടെ നിലമ്പൂരുണ്ട്, അവിടെ ആണെങ്കിൽ നമുക്ക് ഇവിടെ ഇരുന്ന് അമ്മയെ നമിക്കാം. തീർച്ചയായിട്ടും നമിക്കാം അല്ലേ? അതോടൊപ്പം തന്നെ ഈ പ്രപഞ്ചത്തിൽ സർവ്വതിനെയും നമ്മൾ നമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതെ, പ്രാർത്ഥന എന്ന് പറയുന്നത് വ്യവഹാരികത്തിൽ നമ്മൾ ചെയ്യണല്ലോ. എപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ സെപ്പറേറ്റ് പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്താറില്ല. എപ്പോഴും പ്രാർത്ഥനയാണ്. മന്ത്രം ചെല്ലാൻ പറഞ്ഞപ്പോ എല്ലാം മന്ത്രമാണ്. ഈ പ്രപഞ്ചം എന്ത് സുന്ദരമാണ് സർ. ഓക്കെ, സാർ എത്ര സുന്ദരനാണ്. സൗന്ദര്യം കാണുന്നത് സാറിൽ ചൈതന്യത്തെ കാണുമ്പോൾ ആത്മബോധത്തോടെ നോക്കുമ്പോ എല്ലാം സുന്ദരമാണ്. എല്ലാം സുന്ദരമാണ്. അല്ലെങ്കിലാണ് ഈ കുഴപ്പം. അപ്പൊ ഇത്രയും ഇപ്പൊ നമ്മൾ കുറെ കാര്യങ്ങൾ ഗഹനമായിട്ട് പോയി. ഇനി ഏകദേശം സമയമായി. സാറെ എല്ലാം വിശദമായി വിശദീകരിച്ചു. ഇനിയും എപ്പിസോഡുകൾ വേണ്ടവർ ഇതിനെപ്പറ്റി ചെയ്യാൻ. ഓക്കെ, അവസരം കിട്ടിയാൽ നമുക്ക് ഇനിയും ചെയ്യാം. അതിനു മുമ്പേ സാറിന് എന്താണ് ഇനി പ്രേക്ഷകർക്കോട് പറയാനുള്ളതെന്ന് പറയട്ടെ. ഞാൻ പ്രേക്ഷകരോട് പറയാനുള്ള കാര്യങ്ങൾ തന്നെ ആദ്യം പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്, ഞാൻ വളരെ സന്തുഷ്ടനാണ്. ഈ ജന്മം ഒരു പുണ്യജന്മമായി ഞാൻ കരുതുന്നു. അപ്പോൾ ഇവിടെയുള്ള മറ്റുള്ളവരുടെ ജന്മം പാവജന്മമാണെന്നുള്ള ചോദ്യം നിങ്ങൾ സ്വാഭാവികമായി ഉയർത്തണം. ആരുടെ ജന്മവും പാപജന്മമല്ല, എല്ലാവരും പുണ്യജന്മമാണ്. എല്ലാവരും എന്നെപ്പോലെ തന്നെ കഴിവുള്ളവരാണ്. എന്നേക്കാൾ കുറഞ്ഞ കഴിവുള്ളവർ ആരുമില്ല, എന്നേക്കാൾ കൂടിയ കഴിവുള്ളവരുമില്ല. എല്ലാവരും ഒരുപോലെയാണ്. പക്ഷേ സത്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കാനും ഈ പ്രപഞ്ചത്തിലെ ആനന്ദം മുഴുവൻ സ്വന്തമാക്കാനും കഴിവുള്ള ഒരു അത്ഭുത ജീവിയാണ് മനുഷ്യൻ. മറ്റുള്ളവർക്കൊന്നും മനനം ചെയ്യാനുള്ള കഴിവ് മറ്റു ജീവികൾക്കില്ല. മനുഷ്യനാണെങ്കിൽ എല്ലാം മനനം ചെയ്യാനും സത്യത്തെ തിരിച്ചറിയാനും ഉള്ള കഴിവുണ്ട്. സത്യം എന്ന് പറയുന്നതും ഈ ബ്രഹ്മം തന്നെയാണ്. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വിശ്വജീവനാണ്. അപ്പോൾ ഈ വിശ്വജീവനെ നമ്മൾ അറിയുക. ഈ വിശ്വജീവൻ, ഈ തത്വം, ഈ പ്രിൻസിപ്പിൾ നാശമില്ലാത്തതാണെന്നും മരണമില്ലാത്തതാണെന്നും മനസ്സിലാക്കി നമ്മൾ സന്തോഷവും സുഖവും സമാധാനവും സ്വയം ഉണ്ടാക്കി ആനന്ദ നിർവൃതി അടയുക. മരണശേഷം നമുക്കൊന്നും നേടാനില്ല. ജീവിച്ചിരിക്കുമ്പോൾ എല്ലാം നേടണം. ജീവിച്ചിരിക്കുമ്പോഴാണ് നമ്മൾ നിർവൃതി അടയേണ്ടതും മുക്തി അടയേണ്ടതും. അപ്പോൾ നമ്മളൊക്കെ മുക്തനായി മാറണമെന്ന് നിങ്ങൾ എല്ലാവരോടും അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമിടുന്നു. ഓക്കെ, ഇത്രയും ഗഹനമായ അറിവ് ഈ വേദിയിൽ അല്ലെങ്കിൽ സംസ്കൃതി പ്രോഗ്രാമിൽ തന്നതിന് ശ്രീ പ്രദീപ് സാറിനോട് പ്രത്യേക നന്ദി രേഖപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരം, നന്ദി.